അവർ പ്രവചിക്കും. ആ ഒരു നിലവാരത്തിലേക്ക് ഉയരുവാൻ അതിനായി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഒരു നിമിഷത്തോടെ കണ്ണുകളെ ദൈവസന്നിധാനത്തിൽ നമുക്ക് അടയ്ക്കാം. ഈ രാത്രി നമുക്ക് ദൈവമുഖത്തേക്ക് നോക്കാം. പരിശുദ്ധാത്മാ വചനത്തിൻ്റെ വാതിൽ ഇനിയും നമുക്ക് തുറക്കട്ടെ. ആത്മമണ്ഡലം ഇതിൻ്റെ അകത്ത് ഓപ്പൺ ആകട്ടെ. യെസ്, അധരങ്ങളെ ഒന്ന് തുറന്ന് അന്യഭാഷകളെല്ലാവർക്കും ഒന്ന് ദൈവത്തെ സ്തുതിക്കാമോ? ചില മൊമെൻറ്റുകൾ സ്വർഗ്ഗം ഇവിടെ ഇറങ്ങി വരട്ടെ. യെസ്, ഷുഡാമ റബൽ പ്രൗഢ ഒരു പുതിയ അന്തരീക്ഷം ഇതിനകത്ത് ക്രിയേറ്റഡ് ആയിട്ടെ. ഷറബല ഷകര ഒരു പതിവ് മീറ്റിംഗായിട്ട് ഈ രാത്രിയിൽ ഈ മീറ്റിംഗ് അവസാനിക്കാനായിട്ടല്ല. ഉടമന ഒരു പുതിയ അനുഭവം പരിശുദ്ധാത്മാവ് നൽകാൻ, ഒരു പുതിയ കൃപ ഇന്ന് രാത്രി നമ്മുടെ മേൽ പകരപ്പെടാൻ ദാഹമുള്ള എല്ലാവരും അന്യഭാഷകൾ. യെസ്, റൂഡാബ ശകര മസദര ദിഗദനം ചദര റബനം അടജദലക ശാന്തന റിഗജദലക റബനം. യെസ് യെസ്, ഓ റബാബ ശകര റിബല റബനം ശാതരം ചുദരഗടജദലം ആർഥനം ചുദരഗടജദലക ശാന്തൻ പ്രൗഢ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ വരട്ടെ. അങ്ങയുടെ ആത്മാവിൻ്റെ വലിയ പ്രദർശനശാലയായി രാത്രിയിലെ മീറ്റിംഗ് മാറട്ടെ. അപ്പം ദൈവവചനത്തിൻ്റെ പുത്തൻ വെളിപ്പാടുകളെ ഞങ്ങൾക്ക് നൽകണം. ഞങ്ങളുടെ അകങ്കണ്ണുകളെ ഈ രാത്രി അങ്ങ് തുറന്നു തരണം. ദൈവകൃപ ഏറ്റുവാങ്ങാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമേ. അടിയനെയും താഴ്ത്തട്ടെ അപ്പ. അങ്ങേക്കെല്ലാം മഹത്വം തരികയാണ്. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇയാൾ വളരെ അനുഗ്രഹീതമായ ഈ രാത്രിയിൽ ഇവിടെ നടക്കുന്ന ഈ ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങളോട് ഒരുമിച്ച് ആയിരിക്കാൻ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ വിലപ്പെട്ട അവസരത്തിനായിട്ട് കർത്താവിന് നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. ഒരു യോഗ്യതയും ഞങ്ങൾക്ക് പറയാനായിട്ടില്ല. ദൈവത്തിൻ്റെ കൃപയെന്നല്ലാതെ, ദൈവത്തിൻ്റെ ദയയും കരുണയെന്നല്ലാതെ ഒന്നും ഞങ്ങൾക്ക് പ്രശംസിക്കാനായിട്ട് ഇല്ല. ഞങ്ങൾക്കിങ്ങനെ ഒരു അവസരം നൽകി തന്ന, ഞങ്ങൾ ക്രിസ്തുവിൽ വളരെ സ്നേഹിക്കുകയും ഏറ്റവും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഈ സഭയുടെ സീനിയർ പാസ്റ്ററായിരിക്കുന്ന പ്രിയ രാജു പൂവക്കാല പാസ്റ്റർ, തൻ്റെ കുടുംബം, കർത്താവിൻ്റെ ദാസൻ പ്രിയ ജിബിൻ, മറ്റ് സീനിയേഴ്സ് അയക്കുന്ന നിരവധി അഭിഷിക്തന്മാരെ ഞാനിവിടെ കാണുന്നു. നിങ്ങളുടെ സാന്നിധ്യവും നിങ്ങളുടെ പ്രാർത്ഥനകളും ഞങ്ങൾക്കേറെ ആനന്ദമാണ്, സന്തോഷമാണ്. നിശ്ചയമായും ഞങ്ങൾ ബഹുമാനിക്കുന്നു. നിങ്ങളെ കർത്താവ് ഏറ്റവും അനുഗ്രഹിക്കട്ടെ. ഇവിടെ ആയിരിക്കുന്ന കുഞ്ഞുങ്ങൾ, സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ എല്ലാവർക്കുമായി സ്തോത്രം. നിങ്ങളെല്ലാവരെയും ഈ രാത്രിയിൽ ഞങ്ങൾ വന്ദനം ചൊല്ലുന്നു. കഴിഞ്ഞ നാളുകൾ, കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് എറണാകുളത്ത് നടക്കുന്ന ഒരു റിവൈവൽ ഗ്രൂപ്പിനോട് ബന്ധത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കുന്നു. ഭാരതത്തിൻ്റെ, കേരളത്തിൻ്റെ പലയിടങ്ങളിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് യാത്ര ചെയ്യുവാൻ, യൂത്ത്സിൻ്റെ ഇടയിൽ, പാസ്റ്റേഴ്സിൻ്റെ ഇടയിലൊക്കെ ശുശ്രൂഷിക്കാൻ കഴിഞ്ഞ നാളുകളിൽ കർത്താവ് ഞങ്ങൾക്ക് അവസരങ്ങൾ നൽകി. ഒറ്റയ്ക്ക് പോകുന്നതിനേക്കാൾ കൂട്ടമായി പോകുന്നത് വലിയ റിസൾട്ട് ഉണ്ടാകുന്നു എന്ന് ഞങ്ങൾക്ക് കഴിഞ്ഞ നാളുകളിലെ അനുഭവങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചതുകൊണ്ടാണ് ഞങ്ങൾ തൃശ്ശൂരിൻ്റെ ഞങ്ങൾ താമസിക്കുന്ന ഡിസ്റ്റൻസ് ഒരു 40-45 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഞങ്ങൾ തൃശ്ശൂരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്നതെങ്കിലും ആത്മീയ ശുശ്രൂഷകൾക്ക് ഞങ്ങളെല്ലാം റിസ്ക് കൊടുത്ത് ഞങ്ങൾ യാത്ര ചെയ്യുന്നതിൻ്റെ പിന്നിലെ രഹസ്യവും അതുതന്നെയാണ്. നിശ്ചയമായും ഈ രാത്രിയിലെ മീറ്റിങ്ങും നിങ്ങളുടെയും ഞങ്ങളുടെയൊക്കെ ആയുസ്സിൽ മറക്കാനാകാത്ത നിമിഷങ്ങളാകട്ടെ എന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. എൻ്റെ പ്രാർത്ഥനാ റൂമിൽ നിങ്ങളോട് പങ്കുവെക്കാൻ പരിശുദ്ധാത്മാവ് കൃത്യമായ ദൈവത്തിൻ്റെ ആലോചന എനിക്ക് കൈമാറിയിട്ടുണ്ട്. പ്രാർത്ഥനയോടെ ആയിരിക്കാം. ലൂക്കായുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം 49 മുതലുള്ളതായ വേദഭാഗങ്ങളാണ് വായിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാമത്തെ അധ്യായം അതിൻ്റെ 49 മുതലുള്ള വേദഭാഗങ്ങൾ. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിൻ എന്നും അവരോട് പറഞ്ഞു. താഴോട്ട് വായിക്കാം.
അനന്തരം അവൻ അവരെ ബഥാനിയോളം കൂട്ടിക്കൊണ്ടുപോയി Yes. കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. Yeah. അവരെ അനുഗ്രഹിക്കാൻ അവൻ അവരെ വിട്ടുപിരിഞ്ഞു സ്വർഗാരോഹണം ചെയ്തു. Yes. അവർ അവനെ നമസ്കരിച്ചു. Yes. മഹാസന്തോഷത്തോടെ യെരൂശലേമിലേക്ക് മടങ്ങിച്ചെന്ന് എല്ലായ്പ്പോഴും ദൈവാലയത്തിൽ ഇരുന്ന് ദൈവത്തെ വാഴ്ത്തിപ്പോന്നു. ആമേൻ. വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ് ഈ രാത്രിയുടെ ധ്യാനത്തിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. കർത്താവ് ഇവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ ബഥാനിയോളം കൂട്ടിക്കൊണ്ടുപോയി. കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് തൊട്ട് മുമ്പ് നടക്കുന്ന കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് നൽകുന്ന ഫൈനൽ കമാൻഡ്മെൻ്റാണ്, ലാസ്റ്റ് അന്ത്യവചനങ്ങളാണ് നമ്മളിവിടെ വായിക്കുന്നത്. ശരിക്കും നമ്മൾ കർത്താവിൻ്റെ അന്ത്യകൽപ്പന എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കാറുണ്ട്. സത്യമാണ്, മത്തായി 28 അതിൻ്റെ ഏറ്റവും അവസാന ഭാഗങ്ങൾ അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ഒന്നോടെ ആഴത്തിൽ കർത്താവ് ശിഷ്യന്മാർക്ക് നൽകിയ ദ ഫൈനൽ വേർഡ്സ് എന്ന് പറഞ്ഞ് പറയാനായിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നത് ഈ ഭാഗങ്ങൾ തന്നെയാണ്. കർത്താവ് ഏറ്റവും അവസാനമായി സ്വർഗാരോഹണത്തിന് തൊട്ട് മുമ്പ് ശിഷ്യന്മാരോട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഈ സിറ്റി വിട്ട് പോകരുത്, നിങ്ങൾ ഈ പട്ടണം വിട്ട് പോകരുത്, നിങ്ങൾ ഈ പട്ടണത്തിലേക്ക് മടങ്ങിച്ചെന്ന് അവിടെ നിങ്ങൾ കാത്തിരിക്കണം. അവിടെ കർത്താവ് ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക പദപ്രയോഗങ്ങൾ കണ്ടു. ശക്തി ധരിക്കുവോളം നിങ്ങൾ ഈ യെരൂശലേമിൽ തന്നെ നിങ്ങൾ പാർക്കണം എന്ന് തന്നെയാണ് ഇന്ന് രാത്രി ദൈവജനത്തോട് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. യേശുവിൻ്റെ അന്ത്യകൽപ്പനയായി ദൈവത്തിന് നമ്മോട് പറയാനുള്ള വചനം എന്ന് പറയുന്നത് നിങ്ങൾ ധരിക്കണം എന്നുള്ളതാണ്. സ്തോത്രം. ഷുഡമനാറ. കർത്താവിൻ്റെ 3.5 വർഷ ശുശ്രൂഷയിൽ കർത്താവ് തൻ്റെ സഭയെ സ്ഥാപിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. കർത്താവ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുക ഇല്ല എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. അപ്പോൾ കർത്താവ് പണിയാൻ ആഗ്രഹിക്കുന്ന സഭയെ പാതാളത്തിൻ്റെ ശക്തികൾക്ക് പരാജയപ്പെടുത്താൻ കഴിയില്ല. പരാജയപ്പെടുത്താൻ കഴിയാത്തവണ്ണം മറ്റൊരു ശക്തി അതിനെ ഭരിക്കണം. ഷുഡമാന ആർത്തനം ചുതരകട ജതലക പ്രൗഢാദന. ഇന്ന് രാത്രി ദൈവസഭയോട് ഞാൻ ഇങ്ങനെ പറയട്ടെ, സ്തോത്രം, മറ്റൊരു പവർ ഉണ്ടെങ്കിൽ മാത്രമേ പാതാളത്തിൻ്റെ അന്ധകാരത്തിൻ്റെ പൈശാചിക കോട്ടകളെ തകർക്കുന്ന ഒരു പവർ കൈമാറ്റം ചെയ്താൽ മാത്രമേ കർത്താവ് പറയുന്നത് ദൈവസഭയുടെ പണി നടക്കുക ഉള്ളൂ. അടജതലക ശാന്തൽ പ്രൗഢ. അതുകൊണ്ട് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ യെരൂശലേമിലേക്ക് മടങ്ങി പോകണം, നിങ്ങൾ ധരിക്കണം എന്ന്. ഈ രാത്രി ദൈവസഭയോട് ഞാൻ ഇങ്ങനെ ആത്മാവിൽ പറയട്ടെ, ദൈവത്തിൻ്റെ സഭ ദൈവത്തിൻ്റെതായി മാറണമെങ്കിൽ, അഥവാ ദൈവത്തിൻ്റെ സഭയായി മാറണമെങ്കിൽ, നാം ദൈവത്തിൻ്റെതായി മാറണമെങ്കിൽ, ഒന്നോടെ വ്യക്തമായി പറയുന്നവൻ ദൈവാത്മാവുള്ളവൻ അത്രേ ദൈവത്തിൻ്റെ മക്കളെന്നാണ് തിരുവെടുത്ത് നമ്മെ ഓർപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെതാക്കി മാറ്റുന്ന അടജതലക ശന്തൽ പ്രൗഢ മറ്റെന്തിൻ്റെയൊക്കെ അവകാശങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെതാക്കി ഒരു മനുഷ്യനെ ഷിഫ്റ്റ് ചെയ്യുന്നതാണ് ദൈവത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. അടജതലക ശന്തൽ പ്രൗഢ. അതുകൊണ്ട് ആത്മാവിനെ പ്രാപിച്ച, ദൈവത്തിൻ്റെ ശക്തിയെ പ്രാപിച്ച നിങ്ങളോട് പരിശുദ്ധാത്മാവ് ഗ്യാരണ്ടി എന്ന് പറയുകയാ, നിങ്ങൾ ദൈവത്തിൻ്റെതാണെന്ന്. ഹല്ലേലൂയ. ഞാനിങ്ങനെ പറയാം, കർത്താവ് പറയാൻ ആഗ്രഹിച്ചതൊരു കാര്യം, പരിശുദ്ധാത്മാവിനെ നൽകിയാണ് നമ്മെ സീൽ ചെയ്യുന്നത്, പരിശുദ്ധാത്മാവിനെ നൽകിയാണ് നമ്മെ മുദ്ര ചെയ്യുന്നത്. ഷുഡാമാന. ഈ റോഡ് സൈഡിലൊക്കെ വലിയ തടിയുള്ള വൃക്ഷങ്ങളെ നമുക്ക് കാണാം. അതിനകത്ത് ഓരോ നമ്പർ
നമ്പർ സർക്കാർ കൊത്തിയിട്ടുണ്ട്. ആ നമ്പർ സീൽ ചെയ്ത നമ്പർ കൊത്തിയിട്ടുള്ള ആ വൃക്ഷങ്ങളൊന്നും നമ്മളാരും പോയി വെട്ടാറില്ല. അതിൻ്റെ ഒരു ശിഖരം പോലും നമുക്കിറക്കാൻ ധൈര്യമില്ല. കാരണം എന്നാണെന്നറിയോ? തൊട്ട വിവരം അറിയും അത് സർക്കാരിൻ്റേതാണെങ്കിൽ. സ്തോത്രം. ആത്മാവിനെ നൽകി തന്നുകൊണ്ട്, ആത്മാവെന്ന ആദ്യ ദാനം നൽകി തന്നുകൊണ്ട്, ആത്മാവെന്ന അച്ചാരം നൽകി തന്നുകൊണ്ട് ദൈവം പറയുന്ന ചെയ്തൊരു കാര്യം, യു ആർ ബിലോങ്സ് ടു ദ ലോർഡ് എന്നാണ്. ഇന്ന് പകൽ അഭിഷേകം പ്രാപിച്ച, ആത്മനിറവ് പ്രാപിച്ച, ആത്മസ്നാനം പ്രാപിച്ചവരെ നോക്കി ദൈവാത്മാവി പറയട്ടെ, യു ആർ ബിലോങ്സ് ടു ദ ലോർഡ് എന്നാണ്. നിനക്ക് ചോദിക്കാനും പറയാനോ ഹല്ലേലൂയ റഖമനറിദൽ കൗഡ ഉത്തരവാദിത്വമുള്ള ചിലര്, ഉത്തരവാദിത്വമുള്ളവൻ ഉയരത്തിലുണ്ടെന്നാണ് ഈ രാത്രി പറയാനുള്ളത്. ഈ രാത്രി ഞാൻ ഇങ്ങനെ പറയാ, ദൈവത്തിൻ്റെ സഭയെ തൊട്ട് കളിക്കാൻ കഴിയത്തില്ല എന്ന അതിൻ്റെ അർത്ഥം അടജതലക ശന്തൽ പ്രൗഢ ലോകത്തിലെ ഏത് പ്രസ്ഥാനത്തെയും വേണമെങ്കിൽ കാശ് കൊടുത്ത് വിലയ്ക്ക് വാങ്ങാം, എങ്ങനെ വേണമെങ്കിലും തിരിച്ചു മറിക്കാം, എങ്ങനെ വേണമെങ്കിലും തകർക്കാൻ പറ്റും. പക്ഷെ ദൈവത്തിൻ്റെ സഭയെ ആർക്കും തകർക്കാൻ കഴിയത്തില്ല. കാരണം അതിൻ്റെ അധ്യക്ഷനായിരിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അധുനം ജുദരഗടജതലഗടകാര അടജതലക ശന്തൽ പ്രൗഢാദന അടജതലക ശന്തൽ പ്രൗഢ. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറയട്ടെ, ദൈവത്തിൻ്റെ അവകാശങ്ങളെ തൊട്ടുകളിക്കാൻ ലോകത്തിൽ ഒരു മനുഷ്യന് ധൈര്യമില്ലെങ്കിൽ, ഇന്ത്യയിലെ ഏത് മനുഷ്യനും ഉയർന്നാലോ, ഏത് അധികാര സ്ഥാനങ്ങൾ ആരൊക്കെ എഴുന്നേറ്റാലോ, ഇന്ന് രാത്രി നിയോഗത്തോടെ പറയാ, ഇതാ മറ്റൊരു തലക്കിൽ ആത്മാവിനെ പ്രാപിച്ച, ദൈവത്തിൻ്റെ ശക്തിയെ പ്രാപിച്ച, നിയോഗങ്ങളെ പ്രാപിച്ച ഒരു ജനറേഷനെ ആത്മാവ് എഴുന്നേൽപ്പിക്കുകയാണ്. ശാരഖനാദനം ധരാധനം അർത്ഥനം ജുദരഗടജതലക ശാന്തൽ പ്രൗഢ അർത്ഥന റിഗജതലകൾ പ്രൗഢ. കർത്താവ് പറഞ്ഞതും അത് തന്നെയാണ്. ആത്മാവുള്ളവനെ, ആത്മശക്തി ഏറ്റുവാങ്ങിയവനെ, ആത്മാവിനാൽ നയിക്കപ്പെടുന്നവനെ പാതാളത്തിൻ്റെ ശക്തികൾക്ക്, അതിൻ്റെ ഒരായുധങ്ങൾക്കോ, അതിൻ്റെ ഒരു തീയമ്പകൾക്കോ പരാജയപ്പെടുത്താൻ കഴിയില്ലെന്ന് ഈ രാത്രി ആത്മാവ് നമ്മോട് പറയുന്നേ. അടകൾ കക്കരങ്ങളെ അടിച്ച് ഈ രാത്രി ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. അടകൾ പ്രൗഢ. ശത്രു കേൾക്കട്ടെ, അന്ധകാര ശക്തികൾ കാണട്ടെ. ഐ ആം ബിലോങ്സ് ടു ദ ലോർഡ്. ഞാൻ ദൈവത്തിൻ്റെതാണ്. പിശാചിനോ പൈശാചിക മണ്ഡലങ്ങൾക്കോ എന്നെ പരാജയപ്പെടുത്താൻ കഴിയത്തില്ല. അത്വനാറിതൽ കൗഡ അടജതലക ശന്തൽ പ്രൗഢ. എന്നെ ശക്തനാക്കുന്ന, എന്നെ ബലവാനാക്കുന്ന, എനിക്ക് കരുത്തു പകരുന്ന, എന്നെ മുന്നോട്ട് നയിക്കുന്ന ഒരുവൻ എൻ്റെ കൂടെയുണ്ട്. ജൂഡാരബ ഹസത്തുലറഗനോദി അന്തൽ കടകരഗജനസ്മനദിയ അദുരജനദലഗടക ശദൽ കടകരഗജനാദൽ റിയാൽ ബ്രഗാദ സ്കേൻതിരിയാൻ തൽക്കമനരഗജനദിയ ജുഡവൽക്കന ജഗസ്മനദിയ അന്തരെ ലബ്രനാദൽ കന ജഗസ്മനാദിയ റിയാൽ ബ്രനാദിയ അന്തലറബോ ഷാൽ ബ്രനാദി ഗസ്കന ജഗസ്കം ധേരിയ ഹല്ലേലൂയ ശദരഗജന ധിരിഗടക ജുഡവൽക്കവനരഗജന. കർത്താവ് തൻ്റെ എല്ലാ ശിഷ്യന്മാരെയും നോക്കി കണ്ണ് തുറന്ന് കണ്ടു. അവരോട് പറയുക, മക്കളെ ഇത് പോരാ, ഇങ്ങനെ പോയാ പോരാ, നിങ്ങൾ ഉയരത്തിന്ന് ഒരു പവർ വേണം. രാത്രി ഞാൻ ഇങ്ങനെ പറയാം, ദൈവസഭ പണിയപ്പെടേണ്ടത് മസിൽ പവർ കൊണ്ടല്ല. രാത്രി എൻ്റെ കൂടെ ഉണ്ടോ? പണം കൊണ്ടുമല്ല, പിടിപാടുകൾ കൊണ്ടല്ല. ഇതുകൊണ്ടൊന്നും ദൈവസഭ പണിയപ്പെടുകയില്ല. ദൈവസഭ പണിയപ്പെടുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലാണ്. ഇതൊന്നോടെ മനസ്സിലാക്കാൻ ഞാൻ ഒറ്റ വാക്യം ഞാനിങ്ങനെ പറഞ്ഞുതരാം. ഇത്തിരി നാളായി മോശ കേൾക്കുന്ന ഒരു ദൈവശബ്ദമാണ്, അല്ലെങ്കിൽ മോശയ്ക്ക് അമ്മയിൽ കിട്ടിയ ഒരു ദർശനമാണ്, ഞാനൊരു വീണ്ടെടുപ്പുകാരനായി മാറുമെന്ന്. 40 വയസ്സായി കഴിഞ്ഞപ്പോൾ ഒരു ദൈവനിയോഗവും ഇല്ലാതെ അവൻ എടുത്തിയാടി പുറപ്പെട്ടു. 1-2 അങ്ങ് കൊന്നു.
അവൻ വിചാരിച്ചു ഈ നാട്ടുകാരും ഈ ദേശക്കാരും ഒക്കെ എന്നെ തിരിച്ചറിയുമെന്ന് വിചാരിച്ചേ. പക്ഷേ ആരും അവനെ മനസ്സിലാക്കിയില്ല. അവൻ നാട് വിടേണ്ടി വന്നു. ചുരുക്കി ഞാൻ ഇങ്ങനെ പറയാം, മാനുഷിക ബുദ്ധി കൊണ്ട്, തോന്നലുകൾ കൊണ്ട്, എടുത്തിയാട്ടങ്ങൾ കൊണ്ട് ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്, വേലയാണെന്ന് പറഞ്ഞ് എടുത്തു ചാടിയാൽ സംഭവിക്കുന്നത് ചില ക്രിമിനലുകൾ ഉണ്ടാകുമെന്നല്ലാതെ, രാത്രി എൻ്റെ കൂടെ ഉണ്ടോ, ചില കൊലപാതകന്മാരുണ്ടാകുമെന്നല്ലാതെ ഒരു ദൈവപ്രവൃത്തി നടക്കത്തില്ല. എന്നാൽ നിയോഗത്തോടെ മോശ ദൈവം അയച്ചു പോയപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ അടിമച്ചങ്ങലയിൽ നിന്ന് പുറത്തു വന്നു. അതാണ് ദൈവാത്മാവിൻ്റെ ശക്തി ധരിച്ചാൽ ഉണ്ടാകുന്ന ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. രാത്രി ഞാൻ ആത്മനിയോഗത്തോടെ പറയാം, ഇതിൻ്റെ അകത്ത് ദൈവം തമ്പുരാൻ ചിലരെ ഒരു പുതിയ ശക്തി കൊണ്ട് നിറയ്ക്കുന്ന ദിവസങ്ങളാണിത്. ഹല്ലേലൂയ. ശദന റിദല ഗഡജദലകൾ പ്രൗഢാദന അടജദലക ശാന്തൽ പ്രൗഢാദന. കഴിവ് കൊണ്ടല്ല കേട്ടോ, ട്രെയിനിങ് കൊണ്ടല്ല കേട്ടോ, പഠിപ്പ് കൊണ്ടല്ല, ദൈവാത്മാവിൻ്റെ ചലനങ്ങൾ കൊണ്ടാണ് ദൈവത്തിൻ്റെ പ്രവർത്തികൾ ഇന്ന് വരെ നടന്നിട്ടുള്ളൂ. ശരബല ശാന്തൽ പ്രൗഢാദന. കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ്, മക്കളെ, നിങ്ങൾക്ക് ഈ പവർ പോരാ, നിങ്ങൾക്ക് ഒരു മാറ്റം വേണം. നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തിയെ പ്രാപിക്കണം. ഇന്ന് രാത്രിയിലും ദൈവം നമ്മെ നോക്കി, ചിലരെ നോക്കി പറയുകയാ, ഭൂമിയിൽ നിങ്ങൾക്ക് ജിമ്മിൽ പോയ ശക്തി കിട്ടുമായിരിക്കും. ഫിസിക്കൽ ട്രെയിനിങ്ങിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി കുറച്ചുകൂടെ ഹെൽത്തി ആക്കാൻ പറ്റുമായിരിക്കും, കുറച്ചുകൂടെ മസിൽ പവറൊക്കെ ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. ദാറ്റ്സ് ഗുഡ്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞ ശരീരാഭ്യാസം ഗുഡാണ്, അല്പം ഗുണമൊക്കെ തന്നെയാണ്, ഗുഡ്. പക്ഷെ തമ്പുരാൻ പറയുക, നിനക്ക് ഇവിടെയുള്ള ഒരു പവറും അല്ല വേണ്ടേ, നിനക്ക് വേണ്ടത് ഉയരത്തിലെ പവറാണെന്ന്. രാത്രി എൻ്റെ കൂടെ ഉണ്ടോ? യേശു ശിഷ്യന്മാരോട് നോക്കി പറയുക, ഈ പവർ കൊണ്ട് പോയാ പോരാ, നിങ്ങളുടെ ജീവിതം ഇങ്ങനെ പോയാ പോരാ, ഉയരത്തിലേക്ക് കണ്ണു തുറന്ന് നിങ്ങളൊന്ന് നോക്കണമെന്നാ കർത്താവ് പറഞ്ഞ്. ആരോഗ്യം ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ, ആരോഗ്യമില്ലെങ്കിൽ പിന്നെ ഒന്നും കൊള്ളത്തില്ല. താഴെ കിടക്കുന്ന ഒരു വടി എടുക്കണമെങ്കിൽ പോലും ആരോഗ്യം വേണം. വീണ് കിടക്കുന്ന ഒരു മനുഷ്യനെ എഴുന്നേൽപ്പിക്കണമെങ്കിൽ പോലും ആരോഗ്യം വേണം. ഇവിടെ കർത്താവ് പറയുന്ന ആരോഗ്യം ഫിസിക്കൽ സ്ട്രെങ്തിൻ്റെ കാര്യമല്ല. ആത്മാവി ചിലത് ചെയ്യണമെങ്കിൽ ഉയരത്തിലെ പവർ വേണം. ചിലരെ എഴുന്നേൽപ്പിക്കണമെങ്കിൽ, ചിലരെ ഒന്ന് നിവർത്ത് നിൽക്കുമാറാക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ ചില പ്രവർത്തികൾ ചെയ്യണമെങ്കിൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിക്കണം. സ്തോത്രം. ഓക്കെ, നമ്മുടെ കർത്താവ് ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ കർത്താവിൽ ഈ ശക്തി വ്യാപരിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. ജസ്റ്റ് വായിക്കാമോ? യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങിച്ചെന്നു. ശ്രദ്ധിച്ചേ, യേശുവിൻ്റെ ജീവിതത്തിൻ്റെ ശുശ്രൂഷയുടെ വിജയമെന്ന് പറയുന്നത് ആത്മാവിൻ്റെ ശക്തിയായിരുന്നു. ആ ശക്തിയുടെ മഹത്വം, ഗ്ലോറി കർത്താവ് തിരിച്ചറിഞ്ഞിട്ടാണ് പറയുന്നത്. ശിഷ്യന്മാരോട് പറയുക, നിങ്ങൾക്കും എന്നെ ഇവിടെ എത്തിച്ച എൻ്റെ ദൗത്യം പൂർത്തീകരിപ്പാൻ എന്നെ കരുത്തു പകരുന്ന ആ ശക്തിയുടെ കൈമാറ്റം നിങ്ങൾക്ക് ഉണ്ടാകണമെന്ന് നമ്മളവിടെ വായിച്ചു. ആത്മാവിൻ്റെ ശക്തിയോടെ. നമുക്ക് യേശുവിൻ്റെ ജീവിതയാത്രയിൽ നിങ്ങൾ നോക്കിയേ. സ്തോത്രം. ആത്മാവിൻ്റെ ശക്തിയോടെ നടന്ന ചില കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ കമ്പിവാചകങ്ങളൊന്ന് പറഞ്ഞു വിടാം.
ലൂക്കാ 4:18 കർത്താവ് ദേവാലയത്തിൽ ചെന്നിട്ട് പുസ്തകം നിവർന്ന് വായിച്ചു യെശയ്യാ പ്രവചനം. ഈ യഹൂദന്മാരുടെ പശ്ചാത്തലം അനുസരിച്ച് ശ്രദ്ധിക്കണം നിങ്ങൾ. ഓടിച്ചാടി പോയി ഒന്നും നമ്മുടെ വായിക്കുന്ന പോലെ ഒന്നും വായിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല. ഇന്ന് നമ്മുടെ കയ്യിൽ ബൈബിൾ ഇരിക്കുന്നത് പോലെ അന്നത്തെ കാലത്ത് ഈ ബൈബിളുകൾ അവൈലബിൾ അല്ല. അന്ന് ചുരുളുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഓരോ പുസ്തകങ്ങൾക്കും ഓരോരോ ചുരുളുകളൊക്കെയായിരുന്നു. അങ്ങനെയെങ്കിൽ സ്തോത്രം, ന്യായപ്രമാണങ്ങൾക്ക് ചുരുളുകൾ വേറെ, അതിൽ ഓരോ പുസ്തകങ്ങൾക്ക് ഓരോരോ ചുരുളുകൾ. യെശയ്യാ പ്രവചനത്തിന് ഓരോരോ ചുരുളുകളായിരുന്നു. ദൈവമക്കളെ ശ്രദ്ധിക്കുക, സാധാരണ യഹൂദന്മാരുടെ ആലയങ്ങളിൽ നടക്കുന്നത് ന്യായപ്രമാണത്തിലെ പഞ്ചഗ്രന്ഥങ്ങളിലെ ആദ്യ 5 പുസ്തകങ്ങൾ മാത്രമേ അവർ വായിക്കാറുള്ളൂ. അത് വായിക്കുന്നതിനെ ആ ഒരു പുസ്തകത്തിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 25 kg എന്ന് പറയുന്നത്. ഒരു ചുരുളിൻ്റെ വെയിറ്റ് 25 കിലോ ഉണ്ടായിരുന്നു. യഹൂദൻ്റെ പ്രമാണം അനുസരിച്ച് ഈ 25 കിലോ ഉള്ള ചുരുള് ശബത്ത് ദിവസത്തിൽ ചുമക്കാൻ പറ്റത്തില്ല. അവിടെ അധ്വാനിക്കാൻ പാടില്ലെന്ന് പറയുന്നേ. അങ്ങനെയെങ്കിൽ വെള്ളിയാഴ്ച രാത്രി തന്നെ ഇത്രയും വെയിറ്റുള്ള പുസ്തകം ഇതുപോലെയുള്ള ടേബിളിൽ കൊണ്ടുവെക്കും. ഇത് പ്രീ പ്ലാൻഡ് ആണ് എന്ത് വായിക്കണമെന്ന്. ഇവിടുത്തെ സങ്കീർത്തനം ഏത് വായിക്കണം തീരുമാനിക്കുന്നത് ഇവിടെ വന്നിട്ടല്ലല്ലോ. ദൈവദാസന്മാർ പ്രീ പ്ലാൻഡ് ആണ് എന്നതുപോലെ തന്നെയാണ് ഇവരേത് വായിക്കണമെന്ന് പ്രീ പ്ലാൻഡാ. അങ്ങനെ അത് വായിക്കേണ്ട റോള് കർത്താവിന് കിട്ടി. ആ പുസ്തകവും ഇവിടെ നിവർത്തി വെച്ചിട്ടുണ്ട്, ന്യായപ്രമാണത്തിൽ ഏതോ ഒരു പുസ്തകം. അങ്ങനെ ഇരിക്കുമ്പോൾ ആ കർത്താവ് കയറി ചെന്നിട്ട് അവിടെയുള്ള അറ്റൻഡറോട് പറയുക, ഈ പുസ്തകം ഇവിടെ കൊണ്ടുവെക്കുന്ന അറ്റൻഡറോട് പറയുക, ഈ പുസ്തകം അവിടെ വെച്ച ആ പുസ്തകത്തിൻ്റെ ചുരുള് മാറ്റണമെങ്കിൽ മഹാപുരോഹിതൻ ഓർഡർ ചെയ്യണം. രാത്രി എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? മഹാപുരോഹിതൻ പറഞ്ഞിട്ടല്ലാതെ ഈ ചുരുൾ ആർക്കും അവിടെ നിന്ന് മാറ്റാൻ പറ്റത്തില്ല. പക്ഷേ യേശു അവിടെ കയറി വന്ന് അറ്റൻഡറോട് പറയുക, ഈ പുസ്തകം അങ്ങ് മാറ്റി വെച്ചിട്ട് പറഞ്ഞു, ആ യെശയ്യാവിൻ്റെ പുസ്തകം കൊണ്ടുവരാൻ പറഞ്ഞു. രാത്രി ശ്രദ്ധിക്കുക. അങ്ങനെയൊന്നും പറഞ്ഞാൽ ഇന്ന് വരെ ഒരാളും അവിടെ അനുസരിച്ചിട്ടില്ല. പക്ഷേ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, ആ മനുഷ്യൻ ഒരക്ഷരം പോലും ചോദ്യം ചെയ്യാതെ അവൻ പറഞ്ഞ മാത്രയിൽ ആ പുസ്തക ചുരുൾ അവിടെ കൊണ്ടു കൊടുക്കാനിടയായി. കാരണം എന്നാന്നറിയോ? അഭിഷേകമുള്ളവൻ വാ തുറന്ന് അന്ന് വരെ സംഭവിക്കാത്ത രീതിയിൽ ചിലത് പറഞ്ഞപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ചില ട്രഡീഷനുകൾക്ക്, അതുവരെ ഉണ്ടായിരുന്ന ചില പാരമ്പര്യങ്ങൾക്ക് അന്ന് രാത്രി വിരാമിട്ടു. Oh Jesus, hallelujah. Shara kamana rabala. Eteriga shantuna dal manaria thenia labonia regasmanadi. Shadana regalkuda. ഞാൻ ഭയത്തോടെയും നല്ല ഏറെ ശ്രദ്ധയോടും കൂടെ പറയാം, വിശുദ്ധാത്മാവ് നമ്മുടെ ട്രഡീഷനുകളൊക്കെ പൊളിക്കും. ഞാൻ എതിരൊന്നുമല്ല. ഞാൻ പെന്തക്കോസ്തിൽ 3-ാം തലമുറയാണ്, സ്തോത്രം. പക്ഷേ പല ചെയ്തു വന്നൊന്ന് പലതിനെയും ആത്മാവിൻ്റെ കൺട്രോൾ വരുമ്പോൾ അതൊക്കെ പൊളിയും. അതിൻ്റെ ഒന്നാമത്തെ തെളിവാണ് നമ്മുടെ കർത്താവ് അത് ചെയ്തത്. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറയാം, ഇന്നലെ വരെ കണ്ടതുപോലെ, ഇന്നലെ വരെ ആരാധിച്ചതുപോലെ തന്നെ അടുത്ത സൺഡേ എന്ന് പ്രതീക്ഷിക്കരുത്. കൂടെയുണ്ടോ നിങ്ങൾ? ഈ രാത്രി ഞാൻ ഇങ്ങനെ ചോദിക്കട്ടെ, അങ്ങനെ സംതിങ് ബ്രാൻഡ് ന്യൂ ആയ ചിലത് ദൈവത്തിൻ്റെ സഭയെ നമുക്ക് പ്രതീക്ഷിക്കാമോ? ഞാൻ നല്ല നിയോഗത്തോടെ പറയാം, ഒരു റിവൈവൽ ചർച്ചയാണ് ഇത് കേട്ടോ. അടജതലകൾ പ്രൗഢ റിവൈവലുകൾ. ഞാൻ രാവിലെ പറഞ്ഞ് റിപ്പീറ്റ് ചെയ്യുക, റിവൈവലുകൾ ഇതിൻ്റെ അകത്ത് ഓപ്പണാകുകയാ. ഷാറാഖാന റിവൈവലുകൾ ഇതിൻ്റെ അകത്ത് ഓപ്പണായാൽ മനുഷ്യന്റെ കൺട്രോളുകളല്ല.
Hallelujah. മനുഷ്യന്റെ കൺട്രോൾ ഉള്ളിടത്ത് റിവൈവൽ ഓപ്പൺ ആകുകയില്ല. എന്നാൽ ആത്മാവിന്റെ കൺട്രോൾ ഉള്ളിടത്ത് റിവൈവൽ ഓപ്പൺ ആകും. അർത്ഥനം ചുതരകട ജതലം. അന്ന് വരെയുള്ള സിസ്റ്റത്തെ കർത്താവ് മാറ്റി. ശയപ്രവചനം എടുത്തു വായിച്ചു. അവിടെ ഇങ്ങനെയാ വായിക്കുന്നത്, ദരിദ്രരോട് സുവിശേഷം പറയാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ. കർത്താവ് പറയാണ്, എന്നെ അഭിഷേകം ചെയ്തിട്ടുണ്ട്. ആ അഭിഷേക തൈലം എൻ്റെ മേൽ വീണിട്ടുണ്ട്. ദൈവജനത്തോട് ഞാൻ പറയാം, ഒരു പ്രവാചകനും പഴയ നിയമത്തിലെ ആളുകളെ പോലെ, ശമൂവേലിനെ പോലെ, മറ്റഭിഷക്തന്മാരെ പോലെ ഒരു തൈലക്കൊമ്പുമായി യേശുവിൻ്റെ അടുക്കൽ വന്നതായി വേദപുസ്തകത്തിൽ എൻ്റെ വായനയിൽ ഞാൻ കണ്ടിട്ടില്ല. ഹല്ലേലൂയ. പക്ഷെ കർത്താവ് പറയുകയാണ്, ചിലത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. രാത്രി എൻ്റെ കൂടെ ഉണ്ടോ? കർത്താവ് പറയുന്നു, എന്നെ ദൈവം അഭിഷേകം ചെയ്തിരിക്കുന്നു. എന്നിട്ട് പറയാ, അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. അതിന്റെ അർത്ഥം എന്നാന്നറിയോ? കർത്താവ് പറയുക, എന്നെ അഭിഷേകം ചെയ്തത് ഭൂമിയിലുണ്ടാക്കിയ ഏതെങ്കിലും തൈലങ്ങൾ കൊണ്ടല്ല. എന്നെ അഭിഷേകം ചെയ്തത് ലോകത്തിലെ വ്യക്തികളല്ല, ലോകത്തിലെ ഏതെങ്കിലും സ്വാധീനങ്ങൾ കൊണ്ടല്ല. അവൻ പറയുന്നത്, എന്നെ അഭിഷേകം ചെയ്തത് സ്വർഗത്തിലെ ദൈവമാണ്. അതുകൊണ്ട് പറയാ, ആ ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ഹല്ലേലൂയ. രാത്രി ഞാൻ നിങ്ങളോട് പറയാം, ദൈവജനമേ, അഭിഷേകമുള്ളവൻ വ്യത്യസ്തനാണ്. ഹല്ലേലൂയ. ആത്മശക്തിയുള്ളവൻ പവർഫുള്ളാണ്. പറയുന്നു, ഞാനൊരു സാധാരണ മിനിസ്ട്രി ചെയ്യാൻ വേണ്ടി വന്നവനല്ല. അവിടെ അത് വിവരിക്കാൻ എൻ്റെ മുമ്പിൽ സമയമില്ല. ബദ്ധന്മാർക്ക് വിടുതല്ലേ, കുരുടന്മാർക്ക് കാഴ്ച, സമാധാന സുവിശേഷം പ്രസംഗിക്കാൻ ഒക്കെയാണ് കർത്താവ് എന്നെ ഇങ്ങോട്ടേക്ക് അയച്ചു വിട്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ ഇന്ന് രാത്രി ഒരു പ്രത്യേക പദം അവിടെ നിന്ന് താഴോട്ട് വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു. ഇതിങ്ങനെ വായിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മതാധ്യക്ഷന്മാർക്ക് അനങ്ങാൻ പറ്റിയില്ല. അവിടെ തന്നെ ഇങ്ങ് ഇരുന്നു. ജനം ശ്രദ്ധയോടെ ഇവൻ എന്നെ വായിക്കുന്നതെന്ന് നോക്കി. അവിടെ ഇങ്ങനെ വായിക്കുന്ന ആ ആലയത്തിൽ വന്ന് എത്ര ആളുകൾ അവിടെ ഉണ്ട് എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ വചനം വായിക്കുന്ന സകലരുടെയും കണ്ണ് അവങ്കൽ പതിഞ്ഞു എന്ന വചനം വായിക്കുന്നത്. അടജതലക ശന്തൽ പ്രൗഢ. അതിൻ്റെ അർത്ഥം, ഇതുവരെ ആർക്കും കിട്ടാത്ത ഒരറ്റൻഷൻ, ഇതുവരെ ആരും ശ്രദ്ധിക്കാത്ത രീതിയിൽ എല്ലാവരും കണ്ണു തുറന്ന് യേശുവിനെ നോക്കി എന്നാണ് ആ വചനത്തിൻ്റെ അർത്ഥം. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറയാ, ഒരുവന്റെ മേൽ അഭിഷേകം ഇറങ്ങിയാൽ അസമ്മരെ നിങ്ങളുടെ ശുശ്രൂഷ മാറും, പവർ മാറും. ഒരു ട്രിക്കും ചെയ്യണ്ട ആരുടെ ശ്രദ്ധ പഠിക്കാൻ. നിങ്ങൾ സിമ്പിൾ ഒരു വചനമായിരിക്കാം. ഈ വചനം ഇതിനു മുമ്പ് 100 കണക്കിന് ആളുകൾ വായിച്ചിട്ടുണ്ടാകാം. പക്ഷെ അവർ വായിച്ചിട്ട് ഒരു പരിവർത്തനം ഇല്ലാത്തത് അഭിഷേകമുള്ളവൻ വായിച്ചാൽ അത് ജീവിതങ്ങളെ കണ്ണു തുറപ്പിക്കും. ശാസനം ജുദരഗട ജദലകൾ പ്രൗഢാധനം ധനം അടകൾ കൗഡ രഗജദലകൾ പ്രൗഢ. ചില ലുതിയമാരുടെ ഹൃദയം തുറക്കുന്നത് അഭിഷേകമുള്ളവൻ, അanointed ആയ ചിലർ. ദൈവത്തെ സ്തുതിച്ച് രാത്രി അത് സംഭവിക്കുകയാണ്. ചിലരെ അധികാരികളാക്കി, ശുശ്രൂഷയിൽ പവർഫുള്ളാക്കി. ശകരം ചുടരം ധനരീതല ബൗരവലം ശകരം ധനജ തിരുവിനി ചൂടവലം ധനരീതല വേതല ബൗശവരം ചുടരം ധനരീതല വത്തന ബൗരവനാത്തന.
ജുഡവന രഗജന ദിലിഗടക ശതരഗടക ജുഡവൻ ഖമന രഗജനദിയ. ഹല്ലേലൂയ. ശാരഖമനാരാധന ശുഡബലറശന്തൽ പ്രൗഢ. സകലരുടെയും കണ്ണ് അവങ്കൽ പതിഞ്ഞു. രാത്രി ഞാൻ ഏറ്റവും വിനയത്തോടെ അഭിഷക്തന്മാരെ പറയട്ടെ, നമ്മുടെ ശുശ്രൂഷയുടെ ലക്ഷ്യം എന്നാ? ഇതിലപ്പുറത്തൊന്നുമില്ല. എല്ലാവരുടെയും കണ്ണ് ആരിൽ പതിയണം? രാത്രി എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ഞാൻ ഇന്ന് രാത്രി ഇവിടെ ഈ പ്രസംഗിക്കുമ്പോൾ എൻ്റെ ഒരു ലക്ഷ്യം നിങ്ങളുടെ അറ്റൻഷൻ എനിക്ക് കിട്ടുക എന്നല്ല. എൻ്റെ ലക്ഷ്യം എൻ്റെ യേശുവെങ്കിലേക്ക് നിങ്ങളുടെ കണ്ണ് പതിയണമെന്നുള്ളതാണ്. ശരഖമനറാദൽ പ്രൗഢ. കർത്താവിങ്കിലേക്ക് കണ്ണ് പതിയണമെങ്കിൽ, ആളുകൾ കണ്ണ് തുറന്ന് കർത്താവിനെ കാണണമെങ്കിൽ, നിങ്ങളുടെ പ്രസംഗത്തിൻ്റെ പാഠവുമോ നിങ്ങളുടെ അനുഭവങ്ങളോ അല്ല, സാധന നിങ്ങൾക്ക് കിട്ടുന്ന ആ ചെറിയ വചന വെളിപ്പാട് പോലും, നിങ്ങളുടെ ഒരു ചെറിയ ടെസ്റ്റ് മണികൾ പോലും, നിങ്ങളുടെ ഒരു കൊച്ചു അനുഭവങ്ങൾ പോലും ആളുകളെ ക്രിസ്തുവിലേക്ക് നയിക്കാൻ അവരെ പര്യാപ്തരാക്കുന്നത് നിങ്ങളുടെ മേൽ വീഴുന്ന ഒരഭിഷേകത്തിൻ്റെ പുതപ്പാണ് കേട്ടോ. അത് പാസ്റ്റർമാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, അത് കൊതിക്കുന്ന ആർക്കും, യെസ് യെസ് യെസ്, അത് ആഗ്രഹിക്കുന്ന ആർക്കും യേശുവിനെ പരിചയപ്പെടുത്താൻ കഴിയുന്ന റിസൾട്ട് ഓറിയന്റഡായ ഒരഭിഷേകത്തിൻ്റെ പകർച്ച. യെസ്, കൊതിയുള്ളവർ ദൈവത്തെ സ്തുതിച്ച്, തുറന്ന ദൈവത്തെ സ്തുതിച്ച്, യേശുവിനെ ചിലർക്ക് കണ്ണ് പതിപ്പിക്കാം, ഈ ക്രിസ്തുവിനെ ചിലർക്ക് തുറന്നു കൊടുക്കാം. Letene vasha godal karodia laratena diyan thuligadas manadiyan danajagasi ibranadiyan thuloria shate rekelke nadiyan teni larotulorobo shasmanadia regajana sanadiyan thuligadas kamanaga adarajana diyan thuligadas shanta regal kamana regajana diribara janadal kadagana diyan thuligadas harparajana gadega shantana alko diyan thuligadas labrador shante ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്ന അടജത കൂട സ്വന്തം മഹത്വം അന്വേഷിക്കാത്ത, സ്വയം എസ്റ്റീം അന്വേഷിക്കാത്ത, ക്രിസ്തു മാത്രം ഉയരണമെന്ന് ആഗ്രഹിക്കുന്ന അർത്തുനി ബീബൽ രഗദൽ കടകം ചദരം ചടരം ജഗലം രഗദൽ വീവലവത്തല വൗരവലം ശകരം തല ചൂടവലം തര ദിരിവിന് ചൂടവര രഗജഗലാദല റീദല വൗരവലം ശകരം തല ചൂടവരർത്തെ ദരഗജനാദല റീദല വൗശവരം ചടരം തല റീദൽ കടകം. അവനോ വളരണം, ഞാൻ കുറയണം. അങ്ങനെ പറയുന്നൊരു തലമുറ. എനിക്ക് പേരും വേണ്ട, പ്രശസ്തിയും വേണ്ട, എന്നെ ആരും അറിയണ്ട, പക്ഷെ എല്ലാവരും എൻ്റെ അപ്പനെ അറിയണമെന്ന് പറയുന്നൊരു ജനറേഷൻ. യുവാസന്മാരെ, ഇന്ന് രാത്രി ഞാൻ പ്രോഫറ്റിക്കലായിട്ട് പറയാം, അങ്ങനെ ഒരു ജനറേഷനെ ഇതിൻ്റെ അകത്തുനിന്ന് തമ്പുരാൻ പുറത്തു കൊണ്ടുവരിക. അതിൻ്റെ നന്ദിയാണ് ഈ റിവൈവൽ ഇവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് അഭിഷക്തന്മാരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെയൊരു മീറ്റിംഗ് കണ്ടിന്യൂ ചെയ്യാൻ ആമേൻ പരിശുദ്ധാത്മാവരുടെ ഉള്ളിൽ പ്രേരണ നൽകിയത്. ഈ പ്രേരണകളുടെ എല്ലാം പിന്നിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിയന്ത്രണം ഉണ്ട്. ഷാറാഖാന അത്തന ഇച്ഛിക്കുക എന്നത്, പ്രവർത്തിക്കുക എന്നുള്ളത് ദൈവമല്ലോ തിരുവുള്ള ഉണ്ടായിട്ട് ചെയ്യുന്നത്. ഷാറാബാല. അപ്പം ഈ പ്ലാനിങ്ങിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ മാസ്റ്റർ പ്ലാൻ ആണെന്ന് ഈ രാത്രി ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. ഷുഡബാലാരാധന, ഈ പ്രേരണയുടെ പിന്നിൽ, ഈ തോന്നലിൻ്റെ പിന്നിലല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് വർക്ക് ചെയ്യുന്നത്. ഷുഡബാലാരാധനാധന, കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ജനറേഷൻ. യെസ്, ഹല്ലേലൂയ. കണ്ണ് കർത്താവിൽ പതിയണമെന്ന്, എല്ലാവരും കണ്ണു തുറന്ന് കർത്താവിനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ആ കര ഉയർത്തി ദൈവത്തിനൊരു മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ആയുസ് കൊണ്ട്, ഈ ജീവിതം കൊണ്ട് കർത്താവിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം അത് തന്നെയുള്ളൂ. യേശുനാമത്തെ ഉയർത്തിയിടാം, അല്ലേ?
ശറഖമനാദര ശഖരമനാദര. ഉയർത്താനൊരു നാമം ഉണ്ടെങ്കിൽ, ആഘോഷിക്കാനൊരു നാമം ഉണ്ടെങ്കിൽ, ഇത്രയും മേത്തരമായൊരു നാമം വേറെ എവിടെയുണ്ട്? അവനൊപ്പം പറയാൻ ആരുണ്ട്? അവന് തുല്യനായ ആരുമുണ്ട്? അവൻ ദേവാദിദേവനാകൊണ്ട്, അവൻ രാജാതിരാജനാകൊണ്ട്. ഇന്ന് രാത്രി ഏറ്റവും സന്തോഷത്തോടെ ഈ കർത്താവിനെ നമുക്ക് ഉയർത്താൻ ദൈവം നമുക്ക് അവസരങ്ങളെ തരട്ടെ. പ്രിയരെ, ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെ ചിന്ത ഇതാണ്. യേശുവിലേക്ക് ചിലരുടെ കണ്ണ് പതിയണമെങ്കിൽ, അല്ല പതിപ്പിക്കണമെങ്കിൽ, കുറുക്കു വഴികളൊന്നുമില്ല. യേശുവിൽ നടന്നത് അഭിഷേകത്തിലേക്ക് യേശു കുതിരാൻ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അവൻ്റെ വാക്കുകളെല്ലാം ആളുകളെ അവരിലേക്ക് ആകർഷിച്ചതുപോലെ അഭിഷേകമാണ് ആളുകളെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്നത്. നാം വായിച്ച വേദഭാഗത്ത് നിങ്ങൾ നോക്കൂ. യേശു ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർക്കണം. അവരെ അനുഗ്രഹിച്ചു. എന്നിട്ട് അതിൻ്റെ 52 വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: അവർ അവനെ നമസ്കരിച്ചു. മഹാസന്തോഷത്തോടെ യെരൂശലേമിലേക്ക് മടങ്ങിച്ചെന്ന്. ദൈവമക്കളെ മതി, താങ്ക് യു. ശ്രദ്ധിച്ചേ, യെരൂശലേമിലേക്ക് നഗരത്തിൽ പാർക്കാനല്ലേ കർത്താവ് പറഞ്ഞു. അവരെങ്ങനെയാ മടങ്ങിപ്പോയത് എന്നവിടെ കണ്ടു. അവർ മഹാ സന്തോഷത്തോടെ മടങ്ങിപ്പോയി എന്നാണ് വായിക്കുന്നത്. ആ ഭാഗം ഇങ്ങനെ ധ്യാനിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തപ്പോൾ ശരിക്കും അവർക്ക് സന്തോഷിക്കാൻ പറ്റിയ സമയമാണോ? കഴിഞ്ഞ 3.5 വർഷമായി കർത്താവിനോട് പറ്റിച്ചേർന്ന്, കർത്താവിൻ്റെ മടിയിൽ കിടന്ന്, കർത്താവിനോട് കൂടെ ഭക്ഷിച്ച് പാനം ചെയ്ത് ഒട്ടി ഉരുമ്മി നടന്നവരാ ഈ ശിഷ്യന്മാർ. എന്നിട്ട് വായിക്കുക, യേശു സ്വർഗാരോഹണം ചെയ്തത് അവർക്ക് മഹാസന്തോഷമായി എന്ന്. അത് സാധ്യമാണോ പ്രിയരെ? നിങ്ങളുടെ വീട്ടിൽ ഒരു അതിഥി വന്ന് ചില ദിവസങ്ങൾ ചിലവഴിച്ചതിന് ശേഷം നമ്മുടെ വളരെ ക്ലോസ്ഡായ ഹൃദയം കൊണ്ട് നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ, അല്ലാത്ത കാര്യമല്ല ഞാൻ ഈ പറയുന്നത്, മറ്റേതാണെങ്കിൽ എങ്ങനെയെങ്കിലും ഈ ശല്യം ഒന്ന് പോയി തന്നാൽ മതി എന്ന് നമ്മൾ ചിന്തിക്കും. അങ്ങനെയുള്ള കൂട്ടരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ചിലരുടെ സാന്നിധ്യം അങ്ങ് വല്ലാതെ നമ്മളെ അങ്ങ് അടുപ്പിക്കും. ചിലർ വിട്ടുപോകുന്നത് നമ്മളെ വല്ലാതെ അങ്ങ് വേദനിപ്പിക്കും. ചിലരുടെയൊക്കെ ആ ഡിപ്പാർച്ചർ കണ്ണ് നിറയിക്കാറുണ്ട്, ഏങ്ങി പൊട്ടാറുണ്ട്, ഇല്ലേ? എതിയോ നെഞ്ചടം അങ്ങ് പൊട്ടാറുണ്ട്. അങ്ങനെയാണ് ചിലരുടെയൊക്കെ ആബ്സെൻസ്. പെട്ടെന്നുള്ള ചില വേർപാടുകളൊക്കെ അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇവിടെ യേശു ഒരിക്കലും അവിടെ ബഥാനിയെ കൊണ്ട് ചെന്നിട്ട് ഇതേ പോവുക എന്നൊന്നും കർത്താവ് പറഞ്ഞില്ല. പെട്ടെന്ന് അവരാരും പ്രതീക്ഷിക്കാത്ത സമയത്ത് കർത്താവ് പെട്ടെന്ന് ഈ ഫ്ലൈറ്റ് പൊന്തുന്ന പോലെ ഒരൊറ്റപ്പൊക്ക് പൊന്തി. ഇതെങ്ങാനും പറഞ്ഞിട്ടാണെങ്കിൽ എൻ്റെ ഭാഷയിൽ പത്രോസ് ചാടിപ്പേറി കർത്താവിൻ്റെ കാലെ കയറി പിടിച്ചേനെ. ആ കുറുക്ക് വഴി പുള്ളിക്ക് എന്ത് ചെയ്യാൻ പറ്റിയായിരുന്നു? ഒന്ന് മുകളിൽ എത്തിയാൽ പറ്റിയെങ്കിൽ എത്തട്ടെ എന്ന് വിചാരിച്ച്. പക്ഷേ കർത്താവ് അതിന് യാതൊരു ചാൻസും കൊടുത്തില്ല. അവർ പ്രതീക്ഷിക്കാത്തൊരു സമയത്താണ് ഒറ്റ പൊന്ത്. അപ്പോൾ ഇവർ ചങ്കത്ത് കൈയടിച്ച്, നെഞ്ചെടുത്ത് ഇങ്ങനെ കൈയടിച്ച് ഇങ്ങനെ കരയുന്നതായിട്ട് നമുക്ക് കാണാം, അല്ലേ? അലമുറിയിട്ട് കരയും, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്നൊക്കെ പറഞ്ഞ്. ദൂതന്മാരിറങ്ങി ഒന്ന് കരയൊന്നും വേണ്ട, അവൻ പോയതുപോലെ മടങ്ങി വരും. എന്നിട്ടാണ് വായിക്കുന്നത്, ബഥാനിയയിലേക്ക് അവർ മഹാസന്തോഷത്തോടെ. ഞാൻ ചോദിക്കട്ടെ, സന്തോഷത്തോടെ പോയി എന്നാണോ വായിച്ചേ? എൻ്റെ കൂടെയുണ്ടോ? അല്ലേ, സന്തോഷത്തോടെ എന്നല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാകായിരുന്നു. മഹാസന്തോഷത്തോടെ പോയി എന്നാണ് വായിക്കുന്നത്. എപ്പോഴും ഈ മഹാസന്തോഷമൊക്കെ ഉണ്ടാവണേ? ലോകജനത്തേക്കാണ് വല്ല ലോട്ടറിയൊക്കെ അടിക്കുമ്പോൾ ആണ് വലിയ സന്തോഷമൊക്കെ ഉണ്ടാകുന്നത്. എന്നതുപോലെ വലിയ സന്തോഷത്തോടെ അവർ മടങ്ങിപ്പോയെന്ന് ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്താണ് അവരെ ഈ
ദുഃഖം മറക്കുമാറ്, ഈ ഡിപ്പാർച്ചർ മറക്കുമാറ്, ഒരു സന്തോഷത്തിന് കാരണമായ നിഗാന്തമായ റീസൺ എന്താണ്? രാത്രി നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ആ സന്തോഷത്തെ അവർക്ക്, അല്ലെങ്കിൽ ആ നിരാശയെ എങ്ങനെയാണ് അവർക്ക് മറികടക്കാൻ പറ്റുന്നത്? കാര്യം വളരെ സിമ്പിളാണ്. കർത്താവ് അവർക്ക് നൽകിയ ഒരു പ്രോമിസ് ഉണ്ട്. നിങ്ങൾ അവിടെ പോയിക്കോ, കാത്തിരുന്നോ, പോയാൽ ഞാൻ മറ്റൊരു കാര്യസ്ഥനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നൽകിത്തരാം. ഞാൻ ഈ ഭാഗം പഠിക്കുമ്പോൾ കർത്താവ് ചെയ്തൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ കർത്താവ് ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചിട്ട് അവരെ ഊതി, എന്നിട്ട് അവരോട് പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ എന്നാ പറഞ്ഞേ. ആ ഊത്തിനൊക്കെ ശേഷം ഒത്തിരി ദിവസമൊന്നും വൈകാതെയാണ് പിന്നീട് ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി അവർ കാത്തിരിക്കുന്നത്. ഞാൻ ഈ വചന പഠനത്തിൽ ഇങ്ങനെ ചോദിച്ചു, എന്തിനായിരുന്നു അവർ കർത്താവ് ശബ്ദത്തിൽ ഇവരെ ഇങ്ങനെ ഊതിയത്? എന്തിനാ? ഈ കുറച്ച് ദിവസത്തിന് ശേഷം കർത്താവിൻ്റെ ആ സാന്നിധ്യം ശക്തിയോടെ ഇവരുടെ മേൽ ഇറങ്ങാനുള്ളതല്ലേ? പിന്നെ എന്തിനാണ് ഇവരെ ഇങ്ങനെ ഊതിയത്? ദൈവത്തിൻ്റെ വചനം എന്നെ പഠിപ്പിച്ചത് ഞാൻ നിങ്ങളോട് പറയാം. സ്തോത്രം. കർത്താവ് ചെയ്യുന്ന എല്ലാ കാര്യത്തിൻ്റെയും പിന്നിൽ കർത്താവിനൊരു ലക്ഷ്യമുണ്ട്. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്, നിങ്ങൾക്ക് അറിയാലോ. തൃശ്ശൂർ പൂരം, ഒരു പക്ഷേ സിഫൻ ഇവിടെയുണ്ട്. തൃശ്ശൂർ പൂരം വളരെയധികം ഫേമസ് ആണ്. തൃശ്ശൂർ പൂരത്തിന് വെടിക്കെട്ടും വളരെ ഫേമസ് ആണ്. ടി വിയിലൂടെയൊക്കെ നിങ്ങൾ കാണാറുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിച്ചോട്ടെ. ആ വെടിക്കെട്ടിന് 2 ഘട്ടങ്ങളുണ്ട്. ഒന്ന് സാമ്പിൾ വെടിക്കെട്ട്, 2 അതിൻ്റെ ഒറിജിനൽ വെടിക്കെട്ട്. പൂരത്തിൻ്റെ ഒറിജിനലിന് 2 ദിവസം മുമ്പാണ് സാമ്പിൾ വെടിക്കെട്ട് നടക്കാറ്. ഇതിനാണ് സാമ്പിൾ വെടിക്കെട്ട് നടത്തുന്നതെന്നറിയോ? സ്തോത്രം. സാമ്പിൾ വെടിക്കെട്ട് കണ്ടിട്ടാണ് ആളുകൾ വിലയിരുത്തുന്നത് ഈ തവണത്തെ വെടിക്കെട്ട് എങ്ങനെ ഇരിക്കും. ആ സാമ്പിൾ കണ്ടിട്ട് തൃശ്ശൂരുകാർ പറയും ഈ പ്രാവശ്യം ഗംഭീരമായിരിക്കും, പൊടി പൊളിക്കും. ഇന്ന് രാത്രി നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? സാമ്പിൾ കണ്ടവൻ പറയും മുടക്കരുത് കേട്ടാ, അത് കാണാൻ പോകണം. ചില ദിവസങ്ങൾക്ക് മുമ്പ് ആ തൃശ്ശൂർ വെടിക്കെട്ടിൻ്റെ ദിവസം ഞാനൊരു ശുശ്രൂഷ കഴിഞ്ഞ് തൃശ്ശൂർ KSRTC സ്റ്റാൻഡിൽ ഇറങ്ങുമ്പോൾ എനിക്ക് ബസ്സിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ തിരക്ക്. ഞാൻ വിചാരിച്ചത് എന്നടാ പറ്റിയേ? സ്തോത്രം. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന രാത്രി 2 മണിക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ രാത്രി ബ്ലോക്ക് ഉണ്ടായി. സ്തോത്രം. അപ്പോൾ അന്ന് രാത്രി എനിക്ക് മനസ്സിലായ തൃശ്ശൂർ പൂരത്തിൻ്റെ തനി നിറം എന്നാണെന്ന്. സ്തോത്രം. നിങ്ങൾ രാത്രി എൻ്റെ കൂടെ ഉണ്ടോ? അങ്ങനെ ആളുകൾ ഇടിച്ചു കയറുന്ന സ്ഥലമാണ് തൃശ്ശൂർ പൂരം. അങ്ങനെയെങ്കിൽ ഈ രാത്രി ഞാൻ ഇങ്ങനെ പറയാനായിട്ട് ആഗ്രഹിക്കുക, സാമ്പിൾ കിട്ടിയവൻ അറിയാം ഒറിജിനൽ ഗംഭീരമായിരിക്കും എന്നറിയുമ്പോൾ ഒറിജിനൽ കാണാൻ ആളുകൾ ഓടിക്കൂടും. എന്തിനാ കർത്താവ് ഊതിയെന്നറിയോ? ഇത് ഊതിയിട്ട് അവർക്കൊരു സാമ്പിൾ കൊടുത്തു. ഇന്ന് രാത്രി എൻ്റെ കൂടെ ഉണ്ടോ? ഈ പരിശുദ്ധാത്മാവിൻ്റെ സാമ്പിൾ അവരുടെ കയ്യിൽ കിട്ടിയപ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലായി, എടാ സാമ്പിൾ ഇത്രയും ഗുണമാണെങ്കിൽ ഇതിൻ്റെ ഒറിജിനൽ എനിക്ക് കിട്ടുവാണെങ്കിൽ എന്തായിരിക്കും. രാത്രി എൻ്റെ കൂടെ ഉണ്ടോ? രാത്രി എനിക്കറിയാം സാമ്പിൾ കിട്ടിയ കുറച്ച് പേര് ഇതിനകത്തുണ്ട്. കുറച്ച് നാളായിട്ട് കുറച്ച് ശക്തിയും പൊട്ടാസ് കൊട്ടുന്ന പോലെ ചിലതൊക്കെ കണ്ട് കേട്ട് നിൽത്ത് പോകുന്ന കുറച്ച് പേരുണ്ട്. അതിൻ്റെ അപ്പുറത്തൊരു തലമുണ്ട്. ഇന്ന് രാത്രി നിങ്ങൾക്ക് അറിയോ? അതിൻ്റെ അപ്പുറത്തൊരു ദൈവസാന്നിധ്യമുണ്ട്. അതിൻ്റെ അപ്പുറത്തൊരു നിറവുണ്ട്. അതിൻ്റെ അപ്പുറത്തൊരു പകർച്ചയുണ്ട്. ഹല്ലേലൂയ. ആ നിറവുണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞപ്പോഴാണ് അടുത്ത 10 ദിവസം അവരുടെ എല്ലാ പ്രോഗ്രാമുകളും ക്യാൻസൽ ചെയ്തുകൊണ്ട് അവർ ആ പട്ടണത്തിൽ കാത്തിരിക്കാൻ കാരണം എന്നാണെന്നറിയാമോ? ഒറിജിനൽ ഗംഭീരമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഇന്ന് രാത്രി ഞാൻ പറയാ, വഴിക്കട പോകുന്നവൻ്റെ മേൽ പകരുന്നതല്ല അഭിഷേകം. ശുശ്രൂഷ മാറണോ?
ശുശ്രൂഷ മാറണോ, ജീവിതം മാറണോ, വില കൊടുക്കാൻ തയ്യാറാകണം, കാത്തിരിക്കാൻ തയ്യാറാകണം, ചോദിക്കാൻ തയ്യാറാകണം, മടുത്തു പോകാതെ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. ಮಂದುರಜನ ಸ್ಮನರಿಯಾನ್ ತುರಿಗಡಗರೆಗದಲ್ ಕಡಗಜನಾದಿಯ ಅರ್ತುರದಿರವಲ್ ಕವನರಗ ಜನವದಿ ಅಂತುರಿಗಡಗ ಜುಡವನವ റിയാൽ വനാദകസ അന്തുനി റീദൽ കടകടകന സ്മനദിയ. ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണ് ഈ കർത്താവ് ഇവരെല്ലാം കൂടെ ആ മാളിക റൂമിലേക്ക് എൻ്റെ നാടൻ ഭാഷയിൽ ഉന്തി കയറ്റിയതെന്ന് നിങ്ങൾക്കറിയോ? ഉന്തി കയറുന്നില്ലെങ്കിൽ, ഈ മാളിക മുറി കയറുന്നില്ലെങ്കിൽ കർത്താവ് ആഗ്രഹിക്കുന്ന ഒന്നും അവിടെ ഇനി നടക്കത്തില്ല. ഈ മാളിക മുറി കയറിയവരെ നിങ്ങൾ നോക്കൂ. എൻ്റെ ഒരു അനലൈസ്മെൻറ്റിൽ ഞാൻ പറയാം, അവർ ജീവിതത്തിൽ തോറ്റവരാണ്. ഈ 120 പേരും കർത്താവിനെ തള്ളിപ്പറഞ്ഞവരാണ്, ക്രിമിനലുകളാണ്, മൽക്കോസിൻ്റെ കാതെടുത്ത് വെട്ടിയവരാണ്. സ്തോത്രം. കർത്താവിനെ അകലം വിട്ട് യാത്ര ചെയ്തവരാ, കർത്താവിനെ തള്ളിപ്പറഞ്ഞവരാണ്. റൂമിൻ്റെ അകത്ത് കതകടച്ച് 10 ദിവസം കർത്താവിൻ്റെ 2 വിസിറ്റേഷൻ കഴിഞ്ഞിട്ടും പുറത്തിറങ്ങാതെ റൂമിൻ്റെ അകത്ത് തന്നെ ഇരുന്നോമാരാ. ലൂക്കോസ് 24 വായിക്കുന്നത് അവർ മന്ന ബുദ്ധികളാണ്. എൻ്റെ കൂടെയുണ്ടോ നിങ്ങൾ? തിരുവഴുത്ത് അറിയാത്തവരാണ്. ഒരു കഴിവും ഒരു ഗുണവും ഇല്ലാത്ത ഒരു കൂട്ടരായിരുന്നു ആ മർക്കോസിൻ്റെ മാളികയിൽ കയറി. ഇന്ന് രാത്രി നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? ജീവിതത്തിൽ ഒത്തിരി താളപ്പിഴകൾ സംഭവിച്ച, ഒത്തിരി തോൽവികൾ ഏറ്റുവാങ്ങിയ, നിങ്ങൾക്ക് തെളിയിക്കാൻ വേണ്ടി ഞാൻ പറയാം. ലൂക്കോസിൻ്റെ യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 36-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ശീമോൻ പത്രോസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ആകും. പക്ഷെ കർത്താവ് പറയാ, ഞാൻ നിന്നെ പണിയുന്ന സമയമുണ്ട്, ഞാൻ നിന്നെ തിരിച്ചു പിടിക്കുന്ന സമയങ്ങളുണ്ട്, ഞാൻ നിന്നെ വീണ്ടെടുക്കുന്ന സമയങ്ങളുണ്ട്. അതുകൊണ്ട് അവനോട് പറഞ്ഞ്, ഇപ്പോൾ നിനക്ക് പറ്റില്ല, പക്ഷേ പിന്നത്തേതിൽ നീ എന്നെ അനുഗമിക്കും. ഇന്ന് രാത്രി എൻ്റെ കൂടെയുണ്ടോ നിങ്ങൾ? എപ്പോഴായി പിന്നത്തേതിൽ? പറ, എപ്പോഴാ? ആത്മാവിൻ്റെ ശക്തി അവൻ്റെ മേൽ പെയ്തിറങ്ങിയതിന് ശേഷം മാത്രമേ അവന് കർത്താവിനെ യഥാർത്ഥത്തിൽ ഫോളോ ചെയ്യാൻ പറ്റിയത്തുള്ളൂ. ഈ രാത്രി എൻ്റെ കുഞ്ഞനിയന്മാരോട് പറയട്ടെ, ശരിക്കും നിങ്ങൾക്ക് കർത്താവിനെ അനുധാവനം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ ആത്മശക്തിയില്ലാതെ ഒരു സ്ഥലത്ത് പോലും നട്ടൽ വിരിച്ച് കർത്താവിൻ്റെ സാക്ഷിയാകാൻ പറ്റത്തില്ല. ഒരുവൻ ആത്മമണ്ഡലത്തിലേക്ക് കയറാൻ തുടങ്ങിയാൽ പിന്നെ അവനെ നിയന്ത്രിക്കുന്ന അവനല്ല, അവനെ നിയന്ത്രിക്കുന്ന മറ്റൊരു ശക്തിയുണ്ട്. അടജതലകൾ പൗത്രോസ് പറയുക, ഇതെന്റെ സ്വന്തം ശക്തിയല്ല, ഇതെന്റെ ഭക്തിയല്ല. ഇന്ന് രാത്രി അവന്റെ മേൽ പകർന്ന ഒരു ദൈവശക്തി ഉണ്ടെങ്കിൽ, തോറ്റവരെ, പരാജയപ്പെട്ടവരെ, ഇനി ഒന്നിനും കൊള്ളില്ലെന്ന് ചിന്തിക്കുന്നവരെ, പിന്മാറ്റക്കാരെ, ബുദ്ധിയില്ലാത്തവരെ, കഴിവില്ലാത്തവരെ, സാമാന്യരെ, പഠിപ്പില്ലാത്തവരെ ആളെ മാറ്റുന്ന ഒന്നാണ് മർക്കോസിൻ്റെ മാളിക മുറി. രാത്രി നിങ്ങൾ എന്നെ കേൾക്കുന്നു. അഭിഷേകത്തിൻ്റെ കാത്തിരിപ്പിനായി ദൈവത്തിൻ്റെ ജനം ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരുമെങ്കിൽ ഈ രാത്രി ഞാൻ പ്രവചനാത്മാവി പറയാം, നിന്റെ കഴിവുകൾക്കപ്പുറത്ത് വ്യാപരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ഷാറാ കമന പത്രോസ് പറഞ്ഞു,
ഞാൻ പഠിപ്പില്ലാത്തവൻ. പക്ഷേ പത്രോസിൻ്റെ ഒന്നാമത്തെ പ്രസംഗം എന്നെ ഞെട്ടിച്ചു. പഴയ നിയമത്തിൽ എത്രയോ കോട്ടിങ്ങുകളാണ് അന്ന് രാത്രി, അന്ന് ആ പകലിൽ പത്രോസ് കോട്ട് ചെയ്ത് പ്രസംഗിച്ചെന്നറിയോ? ആരാ അവനെ പഠിപ്പിച്ചേ? ഏത് ഗമാലിയൻ്റെ കീഴിൽ പോയിരുന്നിട്ടാ അവൻ പഠിച്ചേ? ആരും പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ പഴയ നിയമത്തിലെ സൂക്തങ്ങൾ കാമ്യം കോട്ട് ചെയ്തുകൊണ്ട് പ്രസംഗിക്കത്തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഒരുവൻ്റെ ബുദ്ധിയെ തുറന്നു. ഒരുവൻ്റെ മേൽ വചനത്തിൻ്റെ വാതിലുകൾ തുറന്നു. ഒരുവന്റെ കഴിവിന്റെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യം തുറന്നെങ്കിൽ അഭിഷക്തന്മാരോട് പറയാ, നിങ്ങളുടെ ശുശ്രൂഷയുടെ തലങ്ങൾ പൊളിച്ചടക്കുന്ന ഒരഭിഷേകം. യെസ്, ആമേൻ. La Torah se te que le mia. Urel bi shatoria. Uriantene galkanada rasmanadia. നിങ്ങളുടെ എൻ്റെ കഴിവിനെ മാറ്റി മറിക്കുന്ന La brenada nadia anteria. Uyal brenadigas kateli bi antelarvoshasi. Judabal shandanajigas manadia. Oh Jesus. കഴിവെല്ലാം കർത്താവാ തരുന്നേ. ഹല്ലേലൂയ. SSC പരീക്ഷയ്ക്ക് ഷഷ്ടി പൊട്ടി കഷ്ടിച്ച് ജയിച്ചവനാ ഞാൻ അന്നത്തെ കാലത്ത്. ഡിഗ്രിക്ക് പോയി തോറ്റു. ഇംഗ്ലീഷ് ഒന്നും അറിയില്ല, കമാന്നൊരക്ഷരം അറിയില്ല. അന്ന് ഈ ഇംഗ്ലീഷൊക്കെ ഉണ്ടാക്കിയവനെ ഇടിച്ച് പൊളിച്ച് ജ്യൂസാക്കി കുടിക്കാൻ ആഗ്രഹിച്ച വ്യക്തിയാണ് ഞാൻ. ഇതൊക്കെ ആരുടെ ഉണ്ടാക്കിയെന്ന് ചോദിച്ച മനുഷ്യൻ അത്രമാത്രം വിഡ്ഢിയും ഒരു ബുദ്ധിയോ ഒരു കഴിവോ ഒന്നുമില്ലാത്തൊരു വ്യക്തിയായിരുന്നു. കഴുതയായിരുന്നു. എൻ്റെ പെങ്ങൾ എന്നെ വിളിക്കുന്നത് പൊട്ടൻ എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. എടാ പൊട്ട, എടാ പൊട്ട എന്നാ വാ തുറന്ന് അവൾ വിളിക്കുകയുള്ളൂ. കാരണം ചെയ്യുന്നത് മുഴുവനും പൊട്ടത്തരമായിരുന്നു, ഒരു കഴിവുമില്ല. സുവിശേഷ വേലയ്ക്ക് കർത്താവ് എന്നെ വിളിക്കുമ്പോൾ ദൈവത്തോട് ചോദിച്ചു, ഈ പൊട്ടനെ ദൈവത്തിന് എന്തിനാ? പാടാനറിയില്ല, പ്രസംഗിക്കാൻ അറിയില്ല, സ്റ്റേജിൽ കയറി ഒരു വാക്യം കാണാതെ പഠിച്ചിട്ട് ഇവിടെ വന്ന് നിന്നാൽ അത് പൂർത്തീകരിക്കാൻ പറ്റില്ല, മറന്നുപോകും. അല്ലെങ്കിൽ അത് പല കാരണങ്ങൾ കൊണ്ട് നല്ല ബുദ്ധിയില്ല. ഇങ്ങനെയുള്ള എന്നെ കർത്താവിന് എന്തിനാവശ്യം? മിടകന്മാർ പലരെയും ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, കർത്താവേ നീ അവരെ തിരഞ്ഞെടുക്കുക, എന്നെ ഇതിനൊന്നും കൊള്ളത്തില്ല. സ്തോത്രം. പിന്നെ വല്ലാതെ നിർബന്ധമായപ്പോൾ തമ്പുരാണ്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്തേക്കാം, ഞാൻ ഇറങ്ങാം, പക്ഷേ ഏതെങ്കിലും പാസ്റ്റർമാരെ വെള്ളം ഒഴിച്ചു കൊടുക്കാനും അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഞാൻ നിന്നോളാം എന്ന് പറഞ്ഞ് നിർബന്ധം കൊണ്ട് കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിയത്. ഒട്ടും എനിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല, ഒരു വല്ലാത്ത പ്രേരണ കൊണ്ട് ഇറങ്ങിയ. പക്ഷേ നമ്മുടെ ഹൃദയം അറിയുന്നൊരു ദൈവമുണ്ട്, നമ്മുടെ നിലമാറ്റുന്നൊരു ദൈവമുണ്ട്. ഞാൻ ഇന്ന് രാത്രി പറയാം, ആ അഭിഷേകം ശക്തിയോടെ എൻ്റെ മേൽ പെയ്തിറങ്ങി. തമ്പുരാൻ എൻ്റെ ബുദ്ധിയെ തുറന്നു. ദൈവം എൻ്റെ നാവിൻ്റെ കെട്ടുകളെ തുറന്നു. ദൈവം എൻ്റെ കഴിവുകളെ തുറന്നു. ഹല്ലേലൂയ. ദൈവം എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ലെവലുകൾ മാറ്റി. കഴിഞ്ഞ 17 വർഷമായിട്ട് ഞാൻ ഇംഗ്ലീഷിൽ ദൈവത്തിൻ്റെ വചനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഞാൻ നോർത്ത് ഇന്ത്യയിൽ പല സ്റ്റേറ്റുകളിലും ഇംഗ്ലീഷിലുൾപ്പെടെ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്ന വ്യക്തിയായി ഞാൻ മാറി. ഞാൻ മലയാളത്തിലും ആമേൻ ഒക്കെ ആയിട്ട് നിങ്ങൾക്കറിയാലോ, ഇതുപോലെ പ്രസംഗിക്കാൻ ഒരു കഴിവില്ലാത്ത ഞാൻ കേരളത്തിലെ ഏറ്റവും ശക്തരായ എല്ലാ അഭിഷക്തന്മാരുടെ അടുക്കൽ എന്ന് പറഞ്ഞ പോലെ അവരുടെ എല്ലാം ചർച്ചുകളിൽ പോയി ഞാൻ കഴിഞ്ഞ നാളുകളിൽ പ്രസംഗിക്കാൻ ദൈവം എനിക്ക് അവസരങ്ങൾ നൽകി. ഇന്ന് രാത്രി അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് കർത്താവിന് മുഴുവൻ മഹത്വം കൊടുത്തുകൊണ്ട് പറയാ, ഒരു കഴിവും ഇല്ലെന്ന് വിചാരിച്ച് നിങ്ങളാരും ഉൾവലിയണ്ട. കഴിവുകളെ തരുന്നൊരു ദൈവം. ആറാബാബ അടകൾ കൗട ചരിത്രങ്ങളെ മാറ്റിമറയ്ക്കുന്ന അടജതലക ശാന്തൽ പ്രൗഢ, അടജതലക ശാന്തൽ പ്രൗഢ നിങ്ങളുടെ സകല നിലകളെയും മാറ്റിമറയ്ക്കാൻ കഴിവുള്ള അത്യുന്നതനായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. ഇന്ന് രാത്രി ഞാൻ ഒന്നോടെ പറയാ, ആരൊക്കെ മാളിക മുറിയിൽ കയറാൻ തയ്യാറായിട്ടുണ്ടോ? പരിശുദ്ധാത്മാവുമായിട്ടൊരു എൻകൗണ്ടറിന് വേണ്ടി ആരൊക്കെ കൊതിച്ചിട്ട് അടുത്ത് വന്നിട്ടുണ്ടോ? അവൻ്റെ എല്ലാം ചരിത്രം മാറിയിട്ടുണ്ട്, ചരിത്രം മാറിയിട്ടുണ്ട്. ഇന്ന് രാത്രി എനിക്ക് നല്ല നിയോഗത്തോടെ പറയാം, ഈ രാത്രി ചിലരുടെ ചരിത്രം മാറുകയാണ്.
ഈ ദിവസങ്ങളിൽ ചിലരുടെ ചരിത്രം തമ്പുരാൻ മാറ്റുക. ചില മന്ദബുദ്ധികളെ തമ്പുരാൻ തുറക്കുകയാണ്. ചിലരുടെ കഴിവുകൾ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയാണ്. ഞാൻ 2-3 അനുഭവം കൂടെ പറഞ്ഞ് ഞാൻ വേഗത്തിൽ നിർത്താം. എൻ്റെ ചർച്ചിൽ ഹൈന്ദവ വിഭാഗത്തിൽ നിന്ന് ദൈവകൃപയിലേക്ക് വന്ന ഒരു മോളുണ്ട്. അവളുടെ പേര് ശ്രീകുട്ടി എന്നാണ്. അവൾ SLC പരീക്ഷ അവിടെ ആ അവസാന സമയങ്ങൾ വരുമ്പോൾ സ്കൂളിൽ നിന്ന് ഹെഡ് മിസ്സസ് വിളിച്ചിട്ട് പറഞ്ഞു, അവളുടെ അമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ഈ മോൾക്ക് അവൾ തന്നെ പരീക്ഷ എഴുതിയാൽ അവൾക്ക് ഈ പ്രാവശ്യത്തെ എക്സാമിൽ പാസ്സാകാൻ പറ്റത്തില്ല. അവൾ തോക്കുകയാണെങ്കിൽ 100% വിജയിക്കുന്ന നമ്മുടെ ഈ സ്ഥാപനത്തിന് നാണക്കേടാണ്. അതുകൊണ്ട് നിങ്ങളൊരു സൈൻ ചെയ്ത് തന്നാൽ മതി. മറ്റൊരാളെ വെച്ച് പരീക്ഷ എഴുതിപ്പിക്കാൻ വേണ്ട എല്ലാ ക്രമീകരണങ്ങളും സർട്ടിഫിക്കറ്റുകളും ഞങ്ങൾ ഉണ്ടാക്കി തരാം. അവർ വളരെ പുഷ് ആയത് ഈ മാതാവിനോട് സംസാരിക്കുമ്പോൾ അവളുടെ അമ്മ ആ ടീച്ചറുടെ മുഖത്ത്, ഹെഡ് മിസ്സസിൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറഞ്ഞു, ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവത്തിന് എൻ്റെ മകളുടെ ബുദ്ധിയെ തുറക്കാൻ പറ്റും. ഹല്ലേലൂയ. ഹെഡ് മിസ്സസ് അന്തം വിട്ടുപോയി. ഈ സഹോദരിയോട് ചോദിച്ചു, അല്ല നിങ്ങളിപ്പോൾ പെന്തക്കോസ്തിലാണോ പ്രാർത്ഥനയ്ക്ക് പോകുന്നതെന്ന് ചോദിച്ചു. ഹല്ലേലൂയ. ആ സഹോദരി പറഞ്ഞു, അതെ ഞങ്ങളിപ്പോൾ പെന്തക്കോസ്തിലാണ് പോണേ. ഹെഡ് മിസ്സസ് പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ പൊക്കോളാൻ. രാത്രി നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒരു കത്തോലിക്ക ഹെഡ് മിസ്സസിന് അറിയാം പെന്തക്കോസ്തുകാരുടെ പ്രാർത്ഥന മന്ദബുദ്ധിയായ ഒരു മകളുടെ ബുദ്ധിയെ തുറക്കുമെന്ന്. രാത്രി നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? റഖന റബനം തരാതരം തരം തരം. രാത്രി വിശ്വസിച്ച് അങ്ങനെ ഒരു എൻകൗണ്ടർ ദൈവം ചിലരുടെ രാത്രി ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ രാത്രി എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? ആമേൻ ജീസസ്. തലമുറയുടെ ഭാവിയെ നോക്കി കരയുന്ന ചിലരോട് ദൈവാത്മാവ് പറയുന്നേ, നിങ്ങളുടെ തലമുറകളുടെ മേൽ ദൈവത്തിൻ്റെ ഒരു വിസിറ്റേഷൻ ഉണ്ടാകാൻ പോവുക. ഇതൊന്നും ഞാൻ പ്ലാൻ ചെയ്തതല്ല. പക്ഷെ ഇവിടെ നിന്ന് പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ ആത്മാവിനോട് ഇത് പറയുന്നതുകൊണ്ടാണ് ഞാൻ ഇന്ന് രാത്രി ഇതൊക്കെ പറയുന്നേ. ഹല്ലേലൂയ. പറയാൻ വളരെ എളുപ്പമാണ്. എൻ്റെ ദൈവത്തിന് ചെയ്യാൻ പറ്റും, ചെയ്യുമെന്നൊക്കെ. സഹോദരി വീട്ടിൽ വന്നു, എന്നെ വിളിച്ചു പറഞ്ഞു, ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കാൻ തുടങ്ങി. മോഡൽ എക്സാം വന്നു, അവൾ പരീക്ഷ എഴുതി, എല്ലാത്തിനും പൊട്ടി. 10 താഴെ മാർക്ക്. ടീച്ചറെ വിളിച്ച് ചോദിച്ചു, ഇപ്പം എന്തായി? അപ്പോഴും പറയുന്നേ, നടക്കും, എൻ്റെ ദൈവത്താൽ സകലവും സാധ്യമാണ്, സകലവും സാധ്യമാണ്. അല്ലേ? യോബിൻ്റെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, ആൻ ഇഡിയറ്റ് ബിക്കം ഇൻ്റലിജൻ്റ് എന്ന് വായിക്കുന്നുണ്ട്. പൊട്ടനായവനും ജ്ഞാനിയായി തീരുമെന്നാണ്. ഇഡിയറ്റ് ബിക്കം ഇൻ്റലിജൻ്റ് എന്നാണ്. ഞാനത് വിശ്വസിക്കുന്നു പ്രിയരെ. കർത്താവ് അത് ചെയ്യും. ഇഡിയറ്റുകളെ, കാട്ടുകഴുതകളെ, പൊട്ടനായവനെ, മന്ദബുദ്ധികളായവനെ ഇൻ്റലിജൻ്റ് ആക്കുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. ഷാറാഖമന ശലോമോനിൽ ജ്ഞാനം വർദ്ധിപ്പിച്ച് കർത്താവിന് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഇന്നലെ വരെ ഇല്ലാത്തതൊന്ന് നമ്മിൽ ക്രിയേറ്റ് ചെയ്യാൻ, ഇന്നലെ വരെ ഇല്ലാത്തൊരു കഴിവ്, ഇന്നലെ വരെ ഇല്ലാത്തതൊന്ന് പുതിയതായി നമ്മിൽ പകരാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നതെന്ന് ദൈവജനം മറക്കരുത്. ഷാറാഖമന റബന പ്രൗഢ റബനം. ഞാൻ ദൈവജനത്തോട് പറയാം, ഇന്നത്തെ നിങ്ങളുടെ മുമ്പിലുള്ള കുഞ്ഞുങ്ങളുടെ ഒരു നിലയും കണ്ട് ആരെയും കളിയാക്കരുത്, ആരെയും പുച്ഛിക്കരുത്, ആരെയും മാറ്റി നിർത്തരുത്. നിങ്ങൾ ലജ്ജിക്കേണ്ടി വരും, നിങ്ങൾ തല ഉനിക്കേണ്ടി വരും. ദൈവം ഇവനിലുണ്ടാക്കുന്ന ടേണിങ് വിത്തിൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലാണ്. രാത്രി എൻ്റെ കൂടെ ഉണ്ടോ? റബല ശാഖരാധനം. നമ്മൾ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യുന്ന ദൈവം
ജീവനുള്ള ദൈവമാണ്. ഒന്നുമില്ലായ്മയെന്ന് സകലത്തെ വിളിച്ചു വരുത്തിയ ദൈവത്തിന് ഉള്ളതിനെ വർദ്ധിപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ശാരഖനാരദനാരദനം അടജതലക ശാന്തൽ പ്രൗഢാദനം റാഥനേരീതൽ കൗഡ. പരീക്ഷയുടെ മെയിൻ ദിവസം വന്നു. അവർ വലിയ ടെൻഷനിലൊക്കെയാണ്. ആ പരീക്ഷയുടെ ദിവസങ്ങൾ ആ മോള് ചെയ്ത ഒരു കാര്യം ഇന്ന് വരെ എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ വേറെ ആരും ചെയ്തിട്ടില്ല. സാധാരണ പരീക്ഷ SLC +2 പരീക്ഷാ ദിനങ്ങളിൽ ഞങ്ങൾ ചെയ്യാറുള്ളത്, ആ ദിവസങ്ങൾ പരീക്ഷയുള്ള കുഞ്ഞുങ്ങളെ സൺഡേയിൽ മുന്നോട്ട് വിളിച്ച് അവരുടെ എല്ലാം തലയെ കൈവച്ച് പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിച്ചു വിടും. അല്ല, ചില സമയം ഉണ്ടെങ്കിൽ ഈ പരീക്ഷ തുടങ്ങുന്ന ആദ്യ ദിവസം അവരുടെ വീട്ടിൽ ചെന്ന് അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും. ഇനിയൊക്കെ ചെയ്യാറ്. ഷിമോള് അവൾ ചെയ്തൊരു കാര്യം, എല്ലാ പരീക്ഷകളുടെയും ദിനങ്ങളിൽ ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് ഏതിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്നറിഞ്ഞ് അവൾ വിളിക്കും. എന്നിട്ട് പറയും, പാസ്റ്റങ്ങളെ എൻ്റെ പരീക്ഷ ഇന്ന് ഇന്നതാണ്, പാസ്റ്റങ്ങൾ പ്രാർത്ഥിക്കാൻ പറയും. രാത്രി ശ്രദ്ധിക്കണം, അവൾക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിച്ചു, അവളെ അനുഗ്രഹിച്ചു, പറഞ്ഞു വിട്ടു. പറഞ്ഞു, മോളെ പേടിക്കേണ്ട, ദൈവത്തിൻ്റെ ദൂതൻ നിനക്ക് വേണ്ടി അവിടെ ഇറങ്ങും എന്ന് പറഞ്ഞു. സ്തോത്രം. ഇനി ഞാൻ പറയണ ശ്രദ്ധിക്കുക. അവൾ എക്സാം ഹാളിൽ ചെന്നു, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി. അവൾ ഒരൊറ്റ പ്രതീക്ഷണം കൊണ്ടത് വായിച്ചപ്പോൾ അവൾക്കറിയാം ഒന്നും മനസ്സിലാവുന്നില്ല, ഒരു സാധനം ക്ലിക്കാവുന്നില്ല. അവൾ ആ 2 കൈയിലേക്ക് അതങ്ങ് പിടിച്ച് ഉയരത്തിലേക്ക് കണ്ണ് ഉയർത്തിയിട്ട് പറഞ്ഞു, അപ്പാ എനിക്കൊന്നും അറിയില്ല, എന്നെ ഒന്ന് സഹായിക്കണം. ഇന്ന് രാത്രി ഞാൻ പറയാം, പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കാൻ അമ്മ, ദൈവദാസന്മാർ, ദൈവസഭ പുറകിലുണ്ടെങ്കിൽ ഹല്ലേലൂയ, ഏത് പോയിന്റിലും ദൈവം തൻ്റെ സാന്നിധ്യത്തെ തൻ്റെ ജനത്തിൻ്റെ മേൽ അയക്കും. ഷുഡബല. കരയുന്ന ഒരപ്പനുണ്ടെങ്കിൽ, കരയുന്ന ഒരമ്മയുണ്ടെങ്കിൽ, കരയുന്ന ഒരു സഭയുണ്ടെങ്കിൽ ഒരുത്തൻ്റെയും ഭാവി അടയുകയില്ല. രാത്രി ഒന്നോടെ പറയാ, ആരുടെയും വഴികൾ അടഞ്ഞു പോകുക ഇല്ല. ശാതന റീതൽ കൗഡ റബനം ചതലഗടജതന അടജതൽ കൗഡ. ഏത് അടഞ്ഞ പോയിന്റിൽ നിന്നും അടജതലക ശാന്തൽ പ്രൗഢ റഗജതലകൾ പ്രൗഢ അടജതലകൾ പ്രൗഢ റഗജതലക ശാന്തന. യെസ്, ഹല്ലേലൂയ. ആ മോൾ എന്നോട് പറഞ്ഞത്, പാസ്റ്റങ്ങളെ ഞാനിങ്ങനെ കൈപിടിച്ച് മോളിലോട്ട് നോക്കുമ്പോൾ മോൾ എൻ്റെ തലമുകൾ പാദം വരെ ഷോക്കടിക്കുന്നത് പോലെ ഒരു സാധനം ഇങ്ങനെ തരിച്ച് ഇങ്ങനെ ഇറങ്ങി വന്നു. പിന്നെ പാസ്റ്റങ്ങളെ പരീക്ഷ ചെയ്തത് ഞാനല്ല, ഞാൻ പഠിച്ചത് മുഴുവൻ, ഞാൻ കേട്ടത് മുഴുവൻ ആരോ എൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞു തരുന്നത് പോലെ പറഞ്ഞു തന്നു. ഞാൻ പരീക്ഷ എഴുതി. റിസൾട്ട് വന്നപ്പോൾ കൂട്ടുകാരെയും വീട്ടുകാരെയും നാട്ടുകാരെയും ഒക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എല്ലാ വിഷയങ്ങൾക്കും 70% മാർക്കോടെ ആ കൊച്ചു പാസ്സായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. തീർന്നില്ല കേട്ടോ. +2-നും അതുപോലെ തന്നെ അവൾ ചെയ്തു. +2-നും എല്ലാ വിഷയത്തിനും നല്ല മാർക്കോടെ പാസ്സായി. ഡിഗ്രിക്കും അവൾ അത് തന്നെ ചെയ്തു. എന്നെ ശല്യപ്പെടുത്തി, പ്രാർത്ഥിച്ചു, അവൾ എല്ലാ വിഷയത്തിനും പാസ്സായി. ഇന്നൊരു 1-ാം തരം സ്ഥാപനത്തിൽ ഒരു നല്ല ലെവലിൽ അവൾ സാലറി മേടിച്ചുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറയാ, ആത്മാവ് വന്നിറങ്ങുന്നവൻ്റെ ഭാവി നിർണയിക്കുന്നത് അധ്യാപകരല്ല, പേരൻസ് അല്ല, കൂട്ടുകാരല്ല, നാട്ടുകാരല്ല, വീട്ടുകാരല്ല, സൈന്യങ്ങളുടെ യഹോവയത്രേ. ഡബലറകടജനം. രാത്രി ഞാൻ നിയോഗത്തോടെ പറയാം, ചിലരുടെ ചരിത്രം മാറാൻ പോകുക.
ചിലരുടെ ചരിത്രം മാറാൻ പോകുകയാ. ആത്മാവിന്റെ വലിയ മാനിഫെസ്റ്റേഷൻ ചിലരുടെ പേര് ഇന്ന് രാത്രി തമ്പുരാൻ അയക്കാനായി പോകുകയാ. ഉയരത്തിലെ ശക്തി കൊണ്ട് ഈ രാത്രി ദൈവം തമ്പുരാൻ ചിലരെ നിറയ്ക്കാനായിട്ട് പോകുകയാ. ചില മന്ദബുദ്ധികളെ ദൈവം ജ്ഞാനികളാക്കി മാറ്റാൻ പോകുകയാ. കഴിവില്ലാത്തവരെ കഴിവുള്ളവരാക്കി മാറ്റാൻ പോകുകയാണ്. സാമാന്യരായ ജനത്തെ അസാധാരണ കൃപയുള്ളവരാക്കി ആത്മാവ് മാറ്റുകയാണ്. അടജതലക ശന്തൽ പ്രൗഢ ഭീരുക്കളായി പോയവരെ ധൈര്യശാലികളാക്കി മാറ്റാൻ പോകുകയാണ്. ഒന്നും നടക്കില്ലെന്ന് പറഞ്ഞവരെ കൊണ്ട് ചിലതൊക്കെ തമ്പുരാൻ ഈ രാത്രി ചെയ്യിക്കാനായിട്ട് പോകുകയാണ്. ദൈവം തമ്പുരോട് ചിലരോട് കരുണ കാണിക്കുന്ന ഒരു രാത്രിയായി രാത്രി. നല്ല നിയോഗത്തോടെ ഞാൻ പറയുന്നത് ശകരാബന. ദൈവം ചിലരെ തൊടുന്ന രാത്രിയാ. ദൈവം ചില കുഞ്ഞുങ്ങളെ തൊടുന്ന രാത്രിയാ. ബുദ്ധിമണ്ഡലങ്ങളെ തൊടുന്ന രാത്രിയാ. ശുശ്രൂഷയ്ക്കായി വേർതിരിക്കുന്ന രാത്രിയാ. ഒരു പുതിയ അഭിഷേകം കൊണ്ട് നിറയ്ക്കുന്ന ഒരു രാത്രിയാ. പാപത്തെ ജയിക്കുന്ന ഒരു രാത്രിയായി. പൈശാചിക കോട്ടകളെ ജയിക്കുന്ന ഒരു രാത്രിയായി. പ്രലോഭനത്തിന്റെ ശക്തികളെ ജയിക്കുന്ന ഒരു രാത്രിയായി. ശതന റീഗൽ ജയകരമായ ജീവിതത്തിലേക്ക് ഒരു തലമുറയെ തുറന്നുവിടുന്ന ഒരു രാത്രിയായി. ചങ്ങലകൾ പൊട്ടിമാറുന്ന ഒരു രാത്രിയായി ഈ രാത്രി ദൈവത്തിന്റെ സഭയെ തമ്പുരാൻ മാറ്റുകയാണ്. ശാഥന റീഗൽ കൗഡാദന അടജതലകൾ പ്രൗഢാദന ഈ രാത്രി ഉടബാല യോസവേ, രാത്രി ദാഹമുള്ള ജനം ഒരു സെക്കൻഡ് എൻകൗണ്ടർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജാടി ദൈവസന്നിധാനത്തിൽ നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഷാറാഖമന റീദൽ കൗഡാദന. ദൈവത്തോട് പറയാം, തമ്പുരാനെ പോരാ, ഇന്നലത്തെ ശക്തി പോരാ, ഇന്നലത്തെ കൃപ പോരാ, ഇന്നലത്തെ അഭിഷേകം പോരാ. ഈ തലമുറയിൽ തോറ്റുപോയ, പരാജയപ്പെട്ടുപോയ, തള്ളിപ്പറഞ്ഞ, പിന്മാറ്റക്കാരായി പോയ ശാഥന റീദൽ കൗഡ ആമേൻ അപ്പോസ്തലന്മാരുടെ ചരിത്രത്തെ മാറ്റിമറിച്ചത് ഒരു പെന്തക്കോസ്താണെങ്കിൽ പരിശുദ്ധാത്മാവ് ചിലരുടെ മേൽ ഇന്ന് രാത്രി ഇറങ്ങി വരുമ്പോൾ ജീവിതത്തിൻ്റെ പല കോണുകളിൽ നിങ്ങൾ പരാജയപ്പെട്ടിട്ടായിരിക്കാം വന്നിട്ടുള്ളത്. നോ മാറ്റർ, ഇന്ന് രാത്രി തമ്പുരാനോട് അതരം തുറന്ന് ഒരു എൻകൗണ്ടറിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ഈ രാത്രി തമ്പുരാൻ ചിലരെ തൊടോ. ചില രോഗശക്തികൾ ശരീരത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് അഴിച്ചു മാറ്റുന്ന ഒരു രാത്രിയായി മാറുകയാണ്. അധരങ്ങളെയൊക്കെ തുറന്ന് കരങ്ങളെ അടിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചേ. ഓ യെസ് യെസ്. യെസ്